ഊർജ്ജമാണെന്നാ, അത് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? നമ്മൾ ഒരാളെ പോലെ ആകണം ആഗ്രഹിക്കും, ചെറുതൊന്നും ആഗ്രഹിക്കും. നമ്മളൊക്കെ പഠിച്ചു ചെറുപ്പത്തില്, നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാ. ഏതോ ഒരു അധ്യാപകനെ കണ്ടപ്പോ എനിക്ക് ഇതുപോലെ ആകണം, ഏതോ ഒരു അമ്മാവനെ കണ്ടപ്പോ എനിക്ക് ഇതുപോലെ ആകണം. കഴിവുള്ള ആളുകളെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് കഴിവില്ലാത്ത സ്ഥലത്തെത്തി. കണ്ണിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, എന്താണോ കണ്ടത്, കണ്ടതിനെ പ്രിന്റ് എടുത്തുകൊണ്ട് പോരുന്നു നമ്മുടെ മനസ്സ്. അതിലേക്ക് നമ്മുടെ മനസ്സ് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലത് കാണാൻ ശ്രമിക്കുക. നല്ല കഴിവുള്ള ആളെ നിങ്ങൾ റോൾ മോഡലാക്കി കണ്ടുവെക്കുക. ഏറ്റവും കഴിവുള്ള ആളെ നിങ്ങൾ കണ്ടുവെക്കാവൂ. അയാളെ നിങ്ങൾ കാണണമെന്നില്ല, ജീവിച്ചിരിക്കണമെന്നില്ല, ഇന്ത്യയിലാകണമെന്നില്ല, അയാളെ പോലെ ആകണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടെങ്കിൽ മനസ്സ് അതിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. മനസ്സിന്റെ പ്രത്യേകത അതാണ്. മനസ്സ് എന്ത് നല്ലത് കണ്ടാലും വരാനുള്ള കഴിവ് മനസ്സിനുണ്ട്. മനസ്സെന്ന് വെച്ചാൽ ഒരു കഴിവുള്ള സാധനമാണ് മനസ്സ്. മനസ്സെന്ന് വെച്ചാൽ ഒരു ജനറേറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്താൽ ഒരു പഞ്ചായത്ത് മുഴുവൻ കത്തിക്കാനുള്ള പവർ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ആർക്കും ആരുടെ മനസ്സിന്റെ കഴിവ് കണ്ടെത്തുന്നില്ല. കഴിവ് കാണാൻ താല്പര്യമുണ്ടോ? 3 മിനിറ്റ് സമയം എടുക്കാം, നിങ്ങളുടെ മനസ്സിന്റെ കഴിവ് കാണിക്കാൻ പറ്റും. താല്പര്യമുണ്ടോ? യെസ്. എല്ലാ മനുഷ്യന്റെയും 2 കണ്ണുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യന്റെയും 2 കാലുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യന്റെയും 2 ബ്രസ്റ്റുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ 2 കാലുകൾ തമ്മിൽ വ്യത്യസ്തമാണെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തമ്മിൽ വ്യത്യസ്തമാണെന്ന് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. എയർപോർട്ടിൽ കണ്ണിനെ പ്രിന്റ് എടുക്കുന്നതിനാ. കാരണം നിങ്ങളുടെ പ്രിന്റിൽ വേറെ ആൾ കയറി വരാതിരിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യന്റെയും കൈകൾ 2 വ്യത്യസ്തമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കൈ വ്യത്യസ്തമാണ്. നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. പ്ലീസ് ഒന്ന് പെട്ടെന്ന് നോക്കട്ടോ. ഞാൻ പറഞ്ഞതിന് ശേഷം ഇപ്പൊ എന്നെ നോക്കാവൂ. ഈ കൈയിന്റെ ഇതിന്റെ ഫസ്റ്റ് ബിഗിനിങ് ആയത്. ഇതിനൊരു ഡെഡ് എൻഡ് ഉണ്ട്, അവസാനത്തെ ലൈൻ. ഈ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇത് എന്താണെന്നുള്ളത് പഠിക്കാൻ യൂട്യൂബിൽ അത് സാധനമുണ്ട്. ക്ലാസ് ഇതന്നെയല്ല, ഈ ഒരു സംഭവം മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ അതിലുണ്ട്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് വീട്ടിലെല്ലാവരും കൊണ്ടുപോയി നിങ്ങൾ പഠിപ്പിക്കണം. കുടുംബത്തെ എല്ലാവരും നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും നിങ്ങൾ പഠിപ്പിക്കണം. മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ആരെത്ര പഠിപ്പിച്ചാലും, ഏത് കുത്തുബ കേട്ടാലും, ഏത് വേറെ കേട്ടാലും അതിന്റെ 20% പിടിച്ചെടുക്കാനുള്ള കഴിവ് മനുഷ്യ മനസ്സിന്റെ 900 ഗ്രാമുള്ള മനുഷ്യ മനസ്സിന്റെ കഴിവുള്ളൂ. പക്ഷേ പഠിച്ചതിനെ നിങ്ങൾ കൊണ്ടുപോയി ഒരു പുസ്തകത്തിൽ എഴുതുന്നു. നിങ്ങളുടെ ബ്രെയിനിൽ ഉള്ളതും നിങ്ങൾ എഴുതിയതുമായ കാര്യം നിങ്ങൾ 10ൽ കുറയാത്ത ആളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 85% പഠിക്കും. വെറും എഴുത മാത്രം ചെയ്താൽ 40% പഠിക്കും. നിങ്ങൾ 10 ആളെ കൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ 85% പഠിക്കും. നിങ്ങൾ 10 ആളെ പറഞ്ഞു പഠിപ്പിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞു തന്നതും ഈ മനസ്സിലാക്കിയതൊക്കെ നിങ്ങൾ വേറെ ആളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. എനിക്ക് എത്ര സമയമുണ്ട് ഇനി? 20 മിനിറ്റ്സ് ആണ്. സമയം തരും. വെരി ഗുഡ്. ഓക്കെ, ഞാൻ തന്നിരിക്കും. ഓക്കെ. എല്ലാ മനുഷ്യന്റെയും 2 കൈകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യന്റെ 2 കണ്ണുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യന്റെ 2 ബ്രസ്റ്റുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യന്റെ 2 കാലുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. എന്റെ കൈയിലേക്ക് തന്നെ നോക്കും. ഈ കൈയിന്റെ ബിഗിനിങ് ഇവിടെ തൊട്ട് അവസാനം ഒരു ഡെഡ് എൻഡ് അവസാനത്തെ വരെയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്നെ തന്നെ നോക്കിയത്, നിങ്ങളെ കയ്യിലേക്ക് നോക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കൂടുതലാവും. അവസാനത്തെ ഒരു വരെയുണ്ട്. ഇതേ കൈയിന് ഒരു ബിഗിനിങ് സ്റ്റേജ്, അവസാനത്തെ ഒരു ഡെഡ് എൻഡ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ശരിക്കും ഈ കയ്യിലേക്ക് നോക്കിക്കോളൂ. ഈ 2 ഡെഡ് എൻഡുകൾ ഉണ്ടല്ലോ, ചേർത്ത് വെക്കാം. എന്നിട്ട് ടൈറ്റ് ആക്കി പിടിച്ചു നോക്കും. ഒരു കൈ മറ്റേ കൈയിനെക്കാട്ടിലും നീളം കുറവാണ്. എല്ലാവരും കൈയും നോക്കും. ഏതോ ഒരു കൈ, ഏതോ ആയിക്കോട്ടെ, ഒരു കൈ നീളം കുറവാണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഏത് കൈയാണോ നീളം കുറവ്, നിങ്ങളുടെ കഴിവ് ഞാൻ കാണിക്കാനാ പോകുന്നത്. നിങ്ങൾക്കൊരു കഴിവ് ജന്മനാൽ ഉണ്ട് എന്ന് കാണിക്കാനാ പോകുന്നത്. ഏതോ ഒരു കൈ, നോ ഡൗട്ട്. യെസ് ഓർ നോ? യെസ്. ഏത് കൈയിനാണോ നീളം കുറവ്, ആ കൈയിനെ നിങ്ങൾ കണ്ണാടി പോലെ പിടിക്കും. കണ്ണിന്റെ അതേ അകലത്തിൽ കണ്ണാടി പോലെ പിടിക്കും. കുറച്ചുകൂടി അടുത്തേക്ക്, ഉസ്താദ് കുറച്ചുകൂടി അടുത്തേക്ക്. അതെ, കണ്ണിന്റെ അടുത്തേക്ക് ചാരി ഇരിക്കരുത്. വളരെ സ്റ്റഡി ആയിട്ട്, എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ വേണം. വളരെ സ്റ്റഡി ആയിട്ടിരിക്കണം. ഇതിൽ പറയുന്നത് എന്താ അറിയോ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. അത് നിങ്ങളുടെ ടണൽ വിഷൻ ഉണ്ടാവണം. അതായത് നിങ്ങളൊരു പൈപ്പിലൂടെ നോക്കുമ്പോൾ ഒരു സാധനം എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മനുഷ്യ മനസ്സ്. നിങ്ങളുടെ കണ്ണ് അതുപോലെ ആയിരിക്കണം, നിങ്ങളുടെ മനസ്സ് അതുപോലെ ആയിരിക്കണം. കുടുംബത്തെ കുറിച്ചോ, നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണിനെ കുറിച്ചോ, ഇന്ന് കിട്ടുന്ന സാലറിയെ കുറിച്ചോ, നാളെ കൊടുക്കാനുള്ള പൈസയെ കുറിച്ചോ ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ചിന്തിച്ചാൽ റിസൾട്ട് വരില്ല. വരാതിരുന്നാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം, എന്റെ കയ്യിൽ മാത്രം എന്തുകൊണ്ട് വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വിഷമം, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ കണ്ണിന്റെ അടുത്ത് പിടിക്കും. കണ്ണിന്റെ അടുത്ത്, കണ്ണാടി പോലെ കണ്ണിന്റെ അടുത്ത് ചാരി ഇരിക്കരുത്.
കൈ, ഏത് കൈയാണോ നീളം കുറവ് നീളം കുറഞ്ഞ കൈ കണ്ണാടി പോലെ കുറച്ചുകൂടി അടുത്തേക്ക് സ്റ്റഡി ആയിട്ടിരിക്കും, ചാരി ഇരിക്കരുത്, സ്റ്റഡി ആയിട്ടിരിക്കും. കയ്യിലേക്ക് അത്ര അടുപ്പിച്ചു പിടിക്കണം, കുറച്ചുണ്ട്. നിങ്ങൾ കയ്യിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരു ചാണകത്തിൽ, അതായത് കയ്യിൽ നിന്ന് ഒരു ചാണകത്തിലായിട്ട് പിടിക്കാം. വളരെ സീരിയസ് ആയിട്ട് അതിലേക്ക് മാത്രം നോക്കുന്നു, കയ്യിലേക്ക് മാത്രം നോക്കുന്നു. ടണൽ വിഷൻ ചിരിക്കരുത്. ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം. വളരെ സീരിയസ് ആയിട്ട് ആ കയ്യിലേക്ക് മാത്രം നോക്കുന്നു, വളരെ സീരിയസ് ആയിട്ട്. വേറെ എവിടേക്കും ശ്രദ്ധിക്കുന്നില്ല, കുടുംബത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. കാരണം റിസൾട്ട് വരാതിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയാല് കോൺഫിഡന്റ് നിസ്കാരത്തിലിരിക്കുന്ന പോലെ നിങ്ങൾ ഒരേ സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വളരെ സീരിയസ് ആയിട്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിനോട് ഞാൻ പറഞ്ഞ പോലെ പറയാൻ പോകുന്നു. കയ്യേ, നീ മറ്റേ കയ്യിന്റെ അത്ര നീളം ഇല്ലാത്തത് കൊണ്ട് മാനസികമായിട്ട് എനിക്ക് പ്രയാസം തോന്നുന്നു. നീ മറ്റേ കയ്യിന്റെ അത്ര നീളമില്ല എന്ന് ഇന്നാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. നീ മറ്റേ കയ്യിന്റെ അത്ര നീളം ഉണ്ടായിരുന്നെങ്കിൽ അതെന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ആ ഒരു അവസ്ഥ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചോട്ടെ, അതെന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഒന്നുകൂടി വെച്ച് നോക്കും. നിങ്ങളുടെ കയ്യിൽ നേരത്തെ വെച്ചതുപോലെ രണ്ട് കൈ ചേർത്ത് ടൈറ്റ് ആക്കി പിടിച്ചു നോക്കും. ശരിയാണോ? ഒരു നല്ല കൈയടി തരുമോ? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? എന്റെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. പ്ലീസ് 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 ഒരു മിനിറ്റ്. ഏത് കൈയിനോടാണോ സംസാരിച്ചത് വീണ്ടും ആ കൈ അതുപോലെ പിടിക്കുന്നു, കണ്ണാടി പോലെ പിടിക്കുന്നു, കണ്ണാടി പോലെ. വളരെ സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് പൊക്കി കൈ പൊക്കി പിടിക്കുന്നു, വളരെ സീരിയസ് ആയിട്ട്. ആ കൈയിലേക്ക് എന്നെ നോക്കുന്നു, ഒരു ചാൺ അകലത്തിൽ പിടിക്കുന്നു. ചാരി സപ്പോർട്ടില്ല, ചാരി ഇരിക്കരുത്. വളരെ സീരിയസ് ആയിട്ട്, വളരെ സീരിയസ്. ടണൽ വിഷൻ വളരെ സീരിയസ്, വളരെ സീരിയസ്. അതിലേക്ക് മാത്രം ടണൽ എന്ന പൈപ്പിലൂടെ നോക്കിയാൽ എങ്ങനെയാണോ കൈ കാണുന്നത് അതുപോലെ. വീണ്ടും പറയുന്ന കൈയിനോട്, കയ്യേ, നീ ആദ്യം എങ്ങനെയാണോ നിന്നത് അതെന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നു. നീ നീളം കുറഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്ക് പരാതിയില്ല. നിന്റെ പഴയ അവസ്ഥ ഞാൻ വീണ്ടും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചോട്ടെ, അതെന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നു. ഒന്നുകൂടി വെച്ച് നോക്കും. എന്ത് മനസ്സിലായി? മനസ്സിനൊരു കോൺഫിഡന്റ് ഉണ്ട്. അതായത് വേണമെന്ന് തോന്നിയാൽ, ഇത് ഖുർആനിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്നോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കൂ, പറയുന്നില്ലേ? ഇല്ലേ? ചോദിച്ചുകൊണ്ടിരിക്കും. വേണം വേണം വേണം, അത് അതൊക്കെ മാത്രമേ തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡിമാൻഡ് ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആരാ കാരണക്കാരൻ? നമ്മൾ തന്നെ. ഞാൻ വിജയിക്കാതിരിക്കുന്നതിന് കാരണം ഞാൻ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടേ ചിന്തിക്കാവൂ. മറ്റുള്ളവന്റെ കുറ്റം കാണുന്നവൻ ഫെയിലിയർ ആണ്. ഒരു കാരണവശാലും മറ്റുള്ളവന്റെ കുറ്റം കാണാൻ. നിങ്ങൾക്കൊരു കഴിവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ മനസ്സിപ്പോ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രവർത്തിക്കുന്ന മനസ്സെന്ന് വെച്ചാൽ ഒരു ജനറേറ്റർ ആണ്. ആ ജനറേറ്റർ വർക്ക് ചെയ്താൽ പഞ്ചായത്ത് മുഴുവൻ കത്തിക്കാനുള്ള പവർ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പവർ ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണാതിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവന്റെ കുറ്റങ്ങൾ മാത്രം കാണുന്നു, നിങ്ങളുടെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ പവർ ഉണ്ട്. ഇനി എന്റെ സബ്ജക്റ്റിലേക്ക് വരുന്നുണ്ട്. എന്റെ പേന ഞാൻ പഠിപ്പിച്ചു. 1 + 1 = 11. 1 1 11 ആകുന്ന വിദ്യ. 1 1 11 ആകണമെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ദ ഓണർ. ആർക്കാണോ ആകേണ്ടത് അയാളാണ് ഫസ്റ്റ് വൺ. പ്ലസ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് റോൾ മോഡൽ. ജീവിതത്തിൽ ഒരു റോൾ മോഡൽ വേണം. നിങ്ങൾ ഇന്ന് കുട്ടികളൊക്കെ രാത്രി ഫോൺ ചെയ്യണം, നെറ്റ് കോൾ ചെയ്ത് കുട്ടികളൊക്കെ ഈ കാര്യം പറയണം. ഒരു റോൾ മോഡൽ ഉണ്ടാക്കി വെക്കാൻ പറയണം. കുടുംബത്തിൽ ഒരാളെ വേണ്ട, ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റ് നടത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരാളായിരിക്കണം. അയാളാണ് സക്സസ് പേഴ്സൺ. നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നന്നായിട്ട് ചാരിറ്റി ചെയ്യണം. മറ്റുള്ളവന് കൊടുത്താൽ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. കൊടുക്കാൻ മടിച്ചാൽ വരാൻ മടിക്കും. ഞാനല്ല കാരണക്കാരൻ. കൊടുക്കാൻ നോക്കൂ. എന്താണോ കയ്യിലുള്ളത് കൊടുക്കാൻ ശ്രമിക്കൂ. കൊടുക്കുന്നവന് വരാൻ തുടങ്ങും. നിങ്ങൾ നോക്കൂ ഈ സബ്ജക്റ്റിലേക്ക്. ഇവൻ ഇവിടെ വരാനുള്ള കാരണം ഇവന്റെ ഉമ്മ സെർവന്റാ. ഇവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാണ് ഇവൻ ഇവിടെ നിൽക്കുന്നത്? ഈ 2 ഹാബിറ്റ്സ് നിങ്ങൾ പഠിപ്പിക്കാനാ പോണേ. ഈ ഹാബിറ്റ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇന്ന് തന്നെ സ്റ്റാൻഡ് വിടണം. ഈ സ്വഭാവം ഇന്ന് തന്നെ നിങ്ങളെ വിടണം. കാരണം എന്താ അറിയോ? ഈ സ്വഭാവമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോണതെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഇവന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇവൻ എന്തും വെറുതെ കിട്ടുന്നത് മോഹിച്ചുകൊണ്ട് നടക്കുന്ന ആളാ.
വെറുതെ കിട്ടുന്നത് മോഹിക്കുന്നവൻ ഫെയിലിയർ ആണ്. ആരെന്ത് തന്നാലും, ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ വിദേശ ഗൾഫുകാരാണ്, ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്ന് പറഞ്ഞ ഒരു കവറിൽ കുറെ സാധനം കൊണ്ടുവരും നമ്മുടെ വീട്ടിലേക്ക്, വാങ്ങി വെക്കരുത്. എന്തെന്നാ ആര് തന്നാലും തന്നതിന് തുല്യമായ സംഖ്യക്കുള്ള സാധനം തിരിച്ച് അപ്പ കൊടുക്കുന്നവനെ വിജയിക്കുള്ളൂ. മലപ്പുറത്തേരോടുണ്ട്, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആട്ടുമ്പോ കൊടുക്കാത്തവനാണോ വീട്ടിലെത്തിയിട്ട് കൊടുക്കാത്തത്? വീട്ടിലെല്ലാരും എപ്പോഴും പണ്ട് പറയാറുണ്ടാണ്. ശരിയാണോ? ആട്ടുമ്പം കൊടുക്കാത്തവൻ വീട്ടിലെത്തിയിട്ട് കൊടുക്കാത്തവൻ വിജയിക്കൂല. വിജയിക്കണമെങ്കിൽ എപ്പ കിട്ടിയോ അപ്പ കൊടുക്കണം, അവനാണ് വിജയിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല്, എന്ത് കിട്ടിയാലും കിട്ടിയതിനെ ബാലൻസ് ചെയ്യണം. കിട്ടണം ആഗ്രഹിക്കുന്നവനാണ് ഇവൻ എപ്പോഴും 1 രൂപയുടെ അരി കിട്ടണേ ആഗ്രഹിച്ചോണ്ട് നടക്കും. വെറുതെ പച്ചക്കറി കിട്ടണേ ആഗ്രഹിച്ചോണ്ട് നടക്കും. 1 രൂപന്റെ അരി 4 ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ 2000 രൂപ എടുത്ത് തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യും. എന്നാലും 30 രൂപയുടെ അരി വാങ്ങൂല. 30 രൂപയുടെ അരി വാങ്ങൂല. കാരണം അവന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ് എന്ത്? 1 രൂപ അരി. അവൻ ടീഷർട്ട് ഇട്ട് നടക്കും, ഞാൻ BPL ആണ്. അവനതാ ഇഷ്ടം. കാരണം എന്താ അറിയോ? 1 രൂപയുടെ അരി അവൻ മോഹിക്കുന്നുള്ളൂ. നിങ്ങൾ 1 രൂപയുടെ അരിയല്ല. മക്കൾ വലുതാവുമ്പോൾ 10 ലക്ഷത്തിന്റെ 10 സെന്റ് സ്ഥലം വാങ്ങണം, 2 കുട്ടികളെ പഠിപ്പിക്കണം, അവർക്കൊരു വീട് വെക്കണം, അവർക്കൊരു പഠനം കൊടുക്കണം, കല്യാണം കഴിച്ചു വിടണം, അവരെ അത്യുന്നതങ്ങളിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മാറി ചിന്തിച്ചേ മതിയാകും. ഇവന്റെ രണ്ടാം സ്വഭാവം എന്താ ചോദിച്ചാൽ, ഇവൻ ആരതെന്ത് തന്നാലും ഇവന് വേണ്ട. ഇവൻ വെറുതെ കിട്ടുന്നതൊന്നും ഇവന് വേണ്ട. ഇവൻ അരവിക്കുട്ടിയാണ്. എന്ത് കൊടുത്താലും അങ്ങോട്ട് കൊടുക്കണം. ഇത് ആഗ്രഹിച്ചുകൊണ്ട് കിടക്കാം. കാരണം എന്താ? ഇങ്ങോട്ട് കിട്ടണം. ഇതാണ് ഞാനിവിടെ വന്നത്. നിങ്ങളിനൊന്നും എനിക്ക് കിട്ടരുത്. ഞാൻ അങ്ങോട്ട് തരണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോട് എന്തെങ്കിലും കാശ് ഉണ്ടെങ്കിൽ റെസിപ്റ്റിന്റെ തരും, ഞാൻ ഇപ്പൊ തരാം. കാരണം എനിക്കെന്താ അറിയോ, ഞാൻ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാ. എന്റെ തോട്ട്സ് എന്താ വെച്ചാൽ, എന്റെ ഡ്രീം എന്താ ചോദിച്ചാൽ, എനിക്കൊരു 1000 കോടി ആസ്തി ഉണ്ടാകും. ഞാൻ അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്റെ ഡ്രീം അതാണ്. എനിക്ക് മറ്റുള്ളവന് കൊടുക്കണം. എനിക്ക് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അതാണ് ഇവന്റെ ആഗ്രഹം. ഇവൻ എപ്പോഴും സ്വന്തമായിട്ട് ഒരാഗ്രഹങ്ങളും ഇല്ല. ഒക്കെ നാട്ടിലെ കുട്ടികളെ കെട്ടിക്കണം, നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കണം, നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം, സുഖമില്ലാത്തവർക്ക് ഹോസ്പിറ്റലിൽ ചെലവ് നടത്തണം. ഇതാണ് ഇവന്റെ ഡ്രീം. പറഞ്ഞാല് ഇവൻ അങ്ങനെയില്ല. ഇവൻ എപ്പോഴും വെറുതെ കിട്ടുന്നത് മോഹിക്കുക. ഇവന്റെ ഒരു സ്വഭാവം കണ്ടോ, പെട്ടെന്ന് ഇത് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിടണം. ബോറടിക്കണ്ടോ? നിങ്ങളെ സമയം ഞാൻ വധിക്കണം. ഇത് 2 പ്ലേറ്റ് ആട്ടോ, 2 പ്ലേറ്റ് ആണ്. ഒരു ബൊഫെ കഴിക്കാൻ പോവാ, കല്യാണത്തിന് വിളിച്ചു ബൊഫെ കഴിക്കാൻ പോവാ. ഇവനും പോയി. ഇവൻ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തു, ഇവൻ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തു. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഇത്ര ചോറ് വാങ്ങും. ഇവനത് കഴിച്ചിട്ട് വീണ്ടും വേണം തോന്നും, അപ്പം പോയിട്ട് ഇത്രയും കൂടി വാങ്ങും. പക്ഷെ അവൻ കഴിച്ച് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പ്ലേറ്റ് മാത്രം ഒരു പാത്രത്തിലിടും, വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് പ്ലേറ്റ് മാത്രം ഇടും. ഏത്? ഇവൻ വിജയിക്കുന്നവൻ. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ പോയ പാടനെ ഇതുപോലെ ചോറ് വാങ്ങും. പിരമിഡ് ആകൃതിയിൽ അവൻ ചോറ് വാങ്ങാം. എന്തിനാ ഇങ്ങനെ വാങ്ങുന്നത് അറിയോ? 2ാം വട്ടം ചെന്നാൽ തീർന്നു പോകും. അവന് പേടിയാ. ഇവൻ എപ്പോഴും ദുരാഗ്രഹമാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇവൻ എന്താ പറയുക, ഇത്ര കഴിച്ചു കഴിയുമ്പോൾ ഇവന്റെ വയറ് ഫുള്ളാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ബാക്കി കൊണ്ടുപോയി മൊത്തം വേസ്റ്റ് കളയും. ഈ സ്വഭാവം ആരത്തേലും ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. കാരണം ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ ഞാനൊരു ക്യാമ്പിലായിരുന്നു. പിന്നെ എല്ലാവരും ചോറ് പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ അറിയോ? തട്ടി നിരത്തി കണ്ട്. കാരണം പിരമിഡാണെന്ന് ഞാൻ കാണണ്ട, തട്ടി നിരത്തിട്ട് കൊണ്ടുവരും. അപ്പൊ ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ച ഞാൻ കാണാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പാ തട്ടി നിരത്തും, ഇവിടെ നിരത്തിൽ തുടങ്ങും. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇവൻ എപ്പോഴും വേസ്റ്റ് ഉണ്ടാക്കുന്നവനാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ ഫെയിലിയറാണ്. ഞാൻ പഠിപ്പിച്ചതല്ല, ഇത് ഖുർആനിലുണ്ട്. ഉണ്ടോ? വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ, നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണം വേസ്റ്റ് ആണ്. വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ ഫെയിലിയർ ആണ്. ഭക്ഷണം മാത്രമല്ല, മറ്റുള്ളവന് കൊടുക്കാത്ത സ്നേഹം, ഇഷ്ടം പോലെ സ്നേഹം നിങ്ങളെടുത്തുണ്ട്. മക്കൾക്ക് കൊടുക്കുന്നില്ല, ഭാര്യക്ക് കൊടുക്കുന്നില്ല, സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നില്ല. മറ്റുള്ളവന് കൊടുക്കാത്ത സ്നേഹം വേസ്റ്റ് ആണ്. വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ ഫെയിലിയർ ആണ്. ഉപയോഗിക്കാതെ പോകുന്ന കറണ്ട് സ്വിച്ച് മറ്റോ ഓഫ് ചെയ്യട്ടെ, നമ്മൾ ഓഫ് ചെയ്യില്ല. വെറുതെ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടെന്താരോ, രാവിലെ ഇട്ടേക്കും, അത് പിന്നെ രാവും പകലൊക്കെ തിരിഞ്ഞുകൊണ്ട്. ആ ഒരു ദോഷം ഞാൻ ഇവിടെ കണ്ടു. ഒരു കാരണവശാലും ഉപയോഗിക്കാതെ പോകുന്ന കറണ്ട് എനിക്ക് പേടിയാണ്. ഞാനിവിടെ കാണുമ്പോൾ എല്ലാ സ്വിച്ചും ഓഫ് ചെയ്ത് ഇങ്ങനെ നടക്കും. അത് എനിക്ക് പേടിയാണ്. ഫെയിലിയർ ആകാൻ എനിക്ക് വയ്യ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും ഉപയോഗിക്കാതെ പോകുന്ന വെള്ളം വേസ്റ്റ് ആണ്. വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ ഫെയിലിയർ ആണ്. ഇവന്റെ അസുഖത, ഇവന് വെള്ളം പ്രശ്നമല്ല, ഇവന് പൈസയും പ്രശ്നമല്ല, ഒന്നുമില്ല. ഇവന് നമ്മൾ പണ്ട് പറയാറുണ്ട്, മുക്കുവന് പൈസ ഇട്ടുകാരും അല്ലെ. അവൻ അന്ന് തന്നെ അത് പൊട്ടിച്ചു കളയും. ആ സ്വഭാവക്കാരനാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല. മറ്റുള്ളവന് കൊടുക്കാത്ത സ്നേഹം വേസ്റ്റ് ആണ്. നിങ്ങളെ കയ്യിൽ ഇഷ്ടംപോലെ സ്നേഹം, നിങ്ങൾ ഭാര്യനെ മാത്രം ഫോൺ ചെയ്യും, മക്കളോട് സംസാരിക്കുന്നേ ഇല്ല.
മക്കൾ വഴി തെറ്റും, നിങ്ങൾ ഫെയിലിയറും ആവും. കാരണം എന്താ മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം വേസ്റ്റ് ആണ്. നിങ്ങൾ ഭാര്യയോട് എത്ര മിനിറ്റ് സംസാരിച്ചോ? 3 മിനിറ്റ് കൂടുതൽ മക്കളോട് സംസാരിക്കണം. കാരണം സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന പ്രായമാണ് 13, 14, 15. നമ്മൾ കൊടുക്കുന്നില്ല. ഇഷ്ടം പോലെ നമ്മുടെ മനസ്സിലുണ്ട്. കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവര് നന്നാവില്ല. ഒരാൾ നന്നാകണമെങ്കിൽ അയാളുടെ നന്മ ആരെങ്കിലും പറയണം. അയാളെ കുറ്റാണ് പറയുന്നതെങ്കിൽ അയാൾ ജീവിതത്തിൽ നന്നാവുകയില്ല. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാണ് രൂപത്തിൽ പറഞ്ഞുതരാം. നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ പിണങ്ങി ഇറങ്ങിപ്പോന്നു രാവിലെ. അതെന്നുള്ളതാ പോന്ന് നിങ്ങളൊരു 12 മണിയാകുമ്പോൾ വിളിക്കണം അവളെ. നോക്കൂ, എൻ്റെ ഉമ്മ എൻ്റെ ബ്രദറും വരുന്നുണ്ട് ഉച്ചക്ക് ഭക്ഷണത്തിന്. എന്ത് പറയും? നിങ്ങൾ പാർസൽ ചെയ്തോളൂ പറയും അല്ലേ? നിങ്ങൾ പാർസൽ ചെയ്തോളൂ പറയും. രാത്രി നിങ്ങളൊരു 10:45 ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അന്ന് രാത്രി നിങ്ങൾ 10:45 ഒരു 3 കിലോ മത്തിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് ഭാര്യ ഡോറൊക്കെ തുറന്നു നിന്ന് മത്തി കണ്ടാൽ, ഫ്രിഡ്ജില്ലാത്ത വീടാണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ല, മുറ്റത്ത് കൊണ്ടിടും, തെങ്ങിന്റെ മരത്തിലിടും അല്ലേ? നിങ്ങൾ ആ മത്തി കൊണ്ടുവന്നിട്ട് അവരോട് പറയുന്നു, മോളെ ഞാൻ ഈ മത്തി വാങ്ങി. ഒരു മോളെ വിളിച്ചു, ഇത് വാങ്ങിയത് എനിക്ക് ഹോട്ടലിൽ കഴിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഞാൻ ഭാഗ്യവാനാ. നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, നീ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ്, എനിക്ക് ഇഷ്ടമാണ് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് എന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ പറയുന്നത്, എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ നന്ദി പറഞ്ഞാൽ തീരൂല. കാരണം ഇതുപോലെ ഒരു പെണ്ണിനെ എനിക്ക് തന്നില്ലേ, ഞാൻ ഭാഗ്യവാനാണ്, അൽഹംദുലില്ലാ. ഇത് പറഞ്ഞിട്ടാ നിങ്ങൾ 10 കിലോ മത്തി കൊണ്ടുവന്നാലും നന്നാക്കും. ശരിയാണോ? അവർ നൈറ്റൊക്കെ ഇവിടെ പിടിച്ച് കുത്തും, ഉറക്കൊക്കെ പോവും. ശരിയാണോ? സ്നേഹം കൊണ്ടാൽ ഏത് മനസ്സ് ഇതുപോലെയാണ്. നമ്മളൊക്കെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹം കൊള്ളാൻ, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി നമ്മൾ അടിച്ച് തമർത്തുന്നു. ശരിയാണോ? ഒരു കാരണവശാലും മറ്റൊരാളെ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള മനസ്സാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ വിജയിക്കൂല. മറ്റൊരാളെ സന്തോഷം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും സന്തോഷം, നിങ്ങളുടെ ഫ്രണ്ടിന് എന്തോ ഒരു നല്ല റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അസൂയാണ് മനസ്സിലെങ്കിൽ, കുശുമ്പാണ് മനസ്സിലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയ മോഹങ്ങളൊന്നും കാണല്ലേ. വലിയ മോഹങ്ങൾ. നാട്ടിലുള്ള എല്ലാ കുട്ടികളും നമ്മൾ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു, എല്ലാവർക്കും നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഇവന്റെ അവസ്ഥ എന്താ അറിയോ? ഇവനും ഒരു കല്യാണത്തിന് പോയി, നാട്ടുകാർ കൂടി കല്യാണം കഴിച്ച് നടക്കുന്ന കല്യാണം. ഇവൻ എന്ത് ചെയ്തു അറിയോ? ഭാര്യന്റെ അടുത്ത് തിരിച്ചെത്തിയിട്ട് പറയാണ്, എന്തൊരു പഴാ തന്നത്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അവൻ കണ്ട കുറ്റം എന്താ? പഴം വലിപ്പേറി. ഇതാണ് അവൻ കണ്ട കുറ്റം. ഓരോ കണ്ണിൽ നോക്കും നമ്മള്. കണ്ണ് കാഴ്ചയിൽ കുതിരയും കഴുതയും ഒരുപോലെയാണ്. നമ്മൾ ആ കണ്ണത്തിലേക്ക് പോകരുത്. നമുക്കൊരു കഴിവുണ്ട്, നമ്മൾ കുതിരയാണോ? കാരണം എന്താ അറിയോ? നമുക്കൊരു കഴിവുണ്ട്. ഇവൻ എന്താ വെച്ചാൽ ഇവന്റെ കണ്ണിൽ കാണുന്നൊക്കെ മറ്റുള്ളവന്റെ കഴിവ് കേടാണ്. ഇവന്റെ സിം കാർഡ് അതാണ്. മറ്റുള്ളവന്റെ കുറ്റം കാണാനുള്ള സിം കാർഡാണ് ഇവന് ദൈവം വെച്ചു കൊടുത്തിട്ടുള്ളത്, അള്ളാഹ് വെച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇവനത് മതി, ഇവന്റെ മോഹം അതാണ്. ഇവൻ ചെറുതേ മോഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവന്റെ കുറ്റം കാണാൻ ശ്രമിക്കുകയേ ചെയ്തു. നമ്മളത് കാണുന്ന ആളുകളല്ല. ഇവനെ നല്ല ഒരു കാറിൽ ലിഫ്റ്റ് കൊടുത്താൽ, ഇപ്പൊ ഞാൻ കാറിൽ കയറ്റുകയാണെങ്കിൽ ഇവൻ എന്റെ കാർ കയറിയിട്ട് പറയും, ഇത് എന്താ ചെയ്യുക? ഒരു ഓട്ടോയിൽ കയറിയ മരുന്നുണ്ട്. ഇപ്പൊ കല്യാണത്തിന് പോയി എന്നിട്ട് എന്റെ ഭാര്യനോട് പറയാണ്, ആ കുട്ടിന്റെ സ്വർണ്ണേ എല്ലാം സ്വർണ്ണം അല്ല കേട്ടോ, കുറെ തിളങ്ങുന്ന സാധനം ഉണ്ടായില്ല, റോഡ് ഗോൾഡ് ഇട്ടിട്ടുണ്ട്. കാരണം ഇവന്റെ കണ്ണിൽ അതാ കാണുന്നത്. കാരണം ഇവന് മറ്റുള്ളവന്റെ കുറ്റം എങ്ങനെ കണ്ടെത്താം അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ഉപ്പ എന്നെ വഴക്ക് പറഞ്ഞ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഉസ്താദ് എന്നെ വഴക്ക് പറഞ്ഞ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വിജയിക്കുന്നവന് മാത്രം പറ്റുന്നവനാണ്. ഒരു കാരണവശാലും മറ്റുള്ളവന്റെ കുറ്റം കാണാൻ ശ്രമിക്കാതിരിക്കുക. കുട്ടികൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളെ മക്കളെടുത്ത് ഏറ്റവും മോശം 97% മോശക്കാരനാണ് കൂട്ടിക്കോ, പക്ഷെ 3% അവന്റെ ജീവിതത്തിൽ നല്ലതുണ്ട്. എന്താ അറിയോ? ഒന്ന്, അവൻ മറ്റുള്ളവന്റെ പ്രയാസത്തിൽ ദുഃഖിക്കുന്നവനാണ്. അവനെ എനിക്ക് നന്നാക്കാൻ പറ്റും. അതൊരു നല്ല കഴിവാണ്, ഒരാളുടെ ക്വാളിറ്റിയാണ്. എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കണം. ബാക്കിയൊക്കെ അലമ്പാണ്. കുട്ടി അലമ്പ് സാധനം, പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഭയങ്കര മനസ്സാണ്. അതൊരു നല്ല കുട്ടിയുടെ ലക്ഷണമാണ്. അത് മതി നമുക്ക് അവനെ കൊണ്ടുവരാൻ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു കുറ്റം കാണുമ്പോഴൊക്കെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി നന്നായി വരൂല. എപ്പോഴൊക്കെ നിങ്ങൾ ഒരു കുറ്റം കണ്ടോ, ആ കുറ്റമൊക്കെ ഒരു മുറിവുകളാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ ഒരു മുറിവാണ്. മുറിവിന്റെ പ്രത്യേകത എന്താ അറിയോ? മുറിവ് 3 ദിവസം കഴിഞ്ഞാൽ, ഏത് ബാൻഡേജ് കിട്ടിയാലും, ഏത് ഇഞ്ചക്ഷൻ കൊടുത്താലും, ഏത് ഗുളിക കഴിച്ചാലും 3 ദിവസം ആകുമ്പോഴേക്ക് ഉണങ്ങാൻ തുടങ്ങും. ശരിയാണോ? ഏത് മുറിവ് ഉണങ്ങുമ്പോൾ അതിന്റെ ചുറ്റും ചൊറിയാൻ തുടങ്ങും. ശരിയാണോ? ചൊറിയുമ്പം നമ്മൾ സുഖത്തിന് വേണ്ടി ചൊറിയുമ്പം പൊളിയുമ്പം വീണ്ടും പച്ചയാവും. ശരിയാണോ? ഇത് തന്നെയാണ് മക്കളുടെ. നിങ്ങൾ അവരോട് അവരെ പ്രശ്നമാണ് പറയുന്നതെങ്കിൽ അവർ വീണ്ടും ചൊറിയും, അവർ വീണ്ടും പൊളിയും, വീണ്ടും ചൊറിയും, വീണ്ടും പൊളിയും, വീണ്ടും ചൊറിയും, വീണ്ടും പൊളിയും. മുറി ഉണങ്ങൂല.
മുറി ഉണങ്ങണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു നന്മ അവനോട് പറഞ്ഞു നോക്കൂ. മോനെ, ഉമ്മാരെ കുട്ടി എന്നാ പാല് കൊണ്ടുവന്നില്ലേ, കുടുംബക്കാർ വന്നപ്പം അന്ന് ഞാൻ പാല് തന്നില്ലെങ്കിൽ ചായ കൊടുക്കാൻ ഒരു മാർഗം എൻ്റെ അടുത്തില്ലായിരുന്നു, എനിക്ക് ഒരുപാട് ഗുണമായി, എന്നെ ഒരുപാട് സഹായിച്ചു, എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കട്ടോ. ഇതാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ കുട്ടി നിങ്ങളോട് ഭയങ്കരമായി താങ്ക്സ് പറയും. കാരണം അവൻ്റെ മനസ്സിൽ ഞാൻ എന്നൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുട്ടികളോട് ഷെയർ ചെയ്യണം. എനിക്ക് മോനെ ഇത്രയാണ് വരുമാനം. അമിതമായ മോഹങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലതാണ് വരുമാനം കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം. വീട്ടിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും മക്കളുമായിട്ട് കൂടി ആലോചിക്കണം. കാരണം എന്താ പറയുക, ടെക്നോളജി കയ്യിലുള്ളവരാണ് കുട്ടികൾ. നമുക്ക് ടെക്നോളജി ഇല്ല. നിങ്ങളുടെ വീട്ടിലുള്ള 3-4 വയസ്സുള്ള കുട്ടീൻ്റെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തു നോക്കൂ. അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുക്കുക കുട്ടി. ശരിയാണോ? നമ്മൾ പഠിപ്പിച്ചിട്ടാണോ? അല്ല. നിങ്ങളെ ഭാര്യൻ്റെ മൊബൈല് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈല് നിങ്ങൾ 5 കൊല്ലം ഉപയോഗിച്ചതോ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരിയാണോ? അവരാരും പഠിപ്പിച്ചതാണോ? അല്ല. ജന്മം കൊണ്ട് ടെക്നോളജി ഉള്ളവരാണ് അവർ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അവർ പ്രവർത്തിച്ചു വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുള്ളൂ. കാരണം അത്രയും കഴിവുണ്ട് കുട്ടികളുടെ കയ്യിൽ. അവർ ബോംബുമായിട്ടാണ് നിൽക്കുന്നത്. പൊട്ടും, അവർ താഴെ വീണാൽ പൊട്ടും. ശ്രദ്ധിച്ചോ, നന്നായി കൊണ്ടുവരുന്നില്ലേ അവർ പൊട്ടും. അതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആവുക. ഏറ്റവും നല്ല കുട്ടികളെ കിട്ടണം, നിങ്ങളായിരിക്കണം കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. ഉമ്മ ഉപ്പ കുട്ടികളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കണം. അവൻ ചെയ്ത ഒരു തെറ്റിനെ തെറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്. തെറ്റിനെപ്പോഴും അവൻ ചെയ്തിട്ടുള്ള നന്മ കൊണ്ട് പറയാൻ ശ്രമിക്കുക. നീ ചെയ്ത് നന്നായി എന്ന് പറയണ്ട. അവൻ ഇപ്പൊ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാട്ടിയത് നിങ്ങൾ കണ്ടു, അതിന് നിങ്ങൾ കുരുത്തക്കേട് കാട്ടിയെന്ന് പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നീ കാട്ടിയത് നന്നായി എന്നും പറയാൻ നിൽക്കണ്ട. അതിനെ നിങ്ങൾ ആ മുറിവിനെ നിങ്ങൾ കാണാതിരിക്കുന്നു. അത് മുറിവാണ്. അത് നിങ്ങളുടെ മുൻവിധി ഉള്ളിലില്ലാതിരിക്കുക. ഇവന് ഭയങ്കര മുൻവിധിയാണ്. ഇവൻ എന്തിനേയും മുൻവിധിയിലേ സംസാരിക്കുള്ളൂ. ഇവൻ PWD റോഡ് കയറിയാൽ PWD മിനിസ്റ്ററുടെ അപ്പനെ വിളിക്കും. റെയിൽവേയിൽ കയറിയാൽ റെയിൽവേ മിനിസ്റ്ററുടെ അപ്പനെ വിളിക്കും. കാരണം എന്താ പറയുക, ഇവനെല്ലാം മുൻവിധിയാണ്. ലോകത്ത് ഇവൻ മാത്രമുള്ള നല്ലത്, വേറെ ഒരു മനുഷ്യനും നല്ലതില്ല. ഇവന്റെ ഉമ്മ ഒരു സെർവന്റ് ആയിട്ട് പോലും ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഇവന്റെ ഉമ്മ എന്ത് കിട്ടിയാലും സ്വന്തമായിട്ട് എടുക്കൂല, ബാലൻസ് ചെയ്യും. കിട്ടുന്നതിനൊക്കെ ബാലൻസ് ചെയ്യും. അതായത് ആരെ 10 രൂപ എന്നാൽ 10 രൂപക്കുള്ള തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ആ സ്വഭാവം കുട്ടിക്കാലത്തെ കണ്ട് വളർന്ന ഇവൻ ഉമ്മ സെർവന്റ് ആയിട്ട് ഇവിടെ എത്തി. നിങ്ങൾ നോക്കൂട്ടോ, നമ്മുടെ വീട്ടില് ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. ആ സെർവന്റ് 5-6 കൊല്ലം നമ്മുടെ വീട്ടിൽ പണിയെടുത്ത് മക്കൾ പറഞ്ഞ് ഇനി മക്കളെ ഗൾഫിൽ പോയതിനു ശേഷം ഉമ്മ ഇനി പണിക്ക് കൊണ്ടായിരുന്നു, പണി നിർത്തി. അങ്ങനെ പോയി 4-5 കൊല്ലം വീണ്ടും കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരികയാണ് മകളെ കുട്ടിന്റെ കല്യാണം വിളിക്കാൻ. നമ്മളിവിടെ കുറെ പ്രാരാബ്ദങ്ങൾ, ഇല്ലായ്മകൾ, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും മക്കളും ഉമ്മയും എല്ലാവരും കൂടി പഴയ സെർവന്റ് അല്ലേ പറഞ്ഞ് 1000 രൂപ കൊടുത്തു. 1000 രൂപ കിട്ടിയപാട് മടക്കി മടിയിൽ വെച്ച് ഉമ്മ തടിയെടുക്കൂല, സെർവന്റ് തടിയെടുക്കൂല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അഴിച്ചിട്ട് ഡ്രസ്സ് അലക്കി തന്നിട്ട് അവർ പോകുള്ളൂ, നമ്മുടെ മുറ്റടിച്ചു വരിയിട്ട് അവർ പോകുള്ളൂ, നമ്മൾ ചായ കുടിച്ച പാത്രം കഴുകി വെച്ചിട്ടേ പോകുള്ളൂ. ശരിയാണോ? എന്താ ചെയ്ത സ്ത്രീ? കിട്ടിയതിനെ ബാലൻസ് ചെയ്തു. വെറുതെ കിട്ടുന്നതൊക്കെ വാങ്ങി പോകുന്ന ശീലം വിജയിക്കുന്നവൻ്റെതല്ല. ഇന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തരുന്നുണ്ടോ, നിങ്ങൾ അതിനൊക്കെ തിരിച്ചു കൊടുക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വിജയിക്കുന്നവന്റെ അത്യുന്നതങ്ങളിലേക്ക് വിജയിക്കുന്നവന്റെ ലക്ഷണം എന്താ ചോദിച്ചാൽ, അവൻ ഓവർ ഡെലിവറി കൊടുക്കാൻ ശ്രമിക്കും. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. കണ്ടിട്ടുണ്ടോ? ഓവർ ഡെലിവറി, തന്നതിലും കൂടുതൽ തിരിച്ചു കൊടുക്കുക. ആരെന്ത് തന്നാലും കൂടുതൽ കൊടുക്കാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുക. ആരെന്ത് തന്നാലും. ഇപ്പൊ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള കഫീലൊക്കെ നിങ്ങൾക്ക് സാലറി തരും. നിങ്ങൾ അയാൾക്ക് വേണ്ടി, അയാളെ മുന്നിൽ അയാളെ കേൾക്കും, അയാൾക്ക് വേണ്ടി ശുക്ർ പറയും. അള്ളാഹിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അയാളുടെ മനസ്സിൽ എന്നും ലഡുപൊട്ടും. അയാൾക്ക് 100എങ്കിലും ഏറെ തരാനുള്ള ചിന്തിക്കുകയാണ്. കാരണം എന്താ പറയുക, തരണം എന്നുണ്ടാകണമെങ്കിൽ അയാളുടെ മനസ്സ് ഗ്രീൻ ആക്കി വെക്കണം. ഗ്രീൻ ആക്കി വെക്കേണ്ട ജോലി നിങ്ങളതാണ്. ശരിയാണോ? നിങ്ങളുടേതാണ്. നിങ്ങളുടെ മക്കളെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ഗ്രീൻ ആക്കി നോക്കൂ. കുട്ടികളോട് അപ്രീസിയേഷൻ കൊടുത്ത് സംസാരിച്ച് നോക്കൂ. ഗുഡ്, നന്നായി മോനെ, ഗുഡ്. ഇപ്പാൻ്റെ കുട്ടി അവിടെ പോയി അത് കൊടുത്തു വന്നു നോക്കാം. ഉമ്മ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പഠിച്ചോനെ എൻ്റെ മകൻ ഇങ്ങനെ ഒരു ഫംഗ്ഷനിലൊക്കെ ഉപ്പാന്റെ സ്ഥാനത്ത് പോയി വരാനായോ, എനിക്ക് അഭിമാനം തോന്നുന്നു നീ എൻ്റെ മകനാണെന്ന് പറഞ്ഞതിന്. അവൻ്റെ മനസ്സിൽ അവൻ ആരോ ആണെന്നൊരു തോന്നലുണ്ടാവും. ശരിയാണോ? നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, എല്ലാ ഉമ്മമാരും മക്കളെ കേൾക്കാൻ പറയാം, എൻ്റെ ഒപ്പാണ് കഷ്ടം, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന്റെ പേര് മാറ്റിക്കളാം, അറിയില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചാൽ എൻ്റെ ഉപ്പ ഏതെങ്കിലും ബസ്സിന്റെ ഉള്ളിൽ പോണേ ബൈക്കിൽ. ഇതാണ് നമ്മളെ അവസ്ഥ. നമ്മൾ കുട്ടികൾ വരുമ്പോഴൊക്കെ ഉമ്മ ഉപ്പ പീഡിപ്പിക്കാനുള്ളതല്ല, ഉമ്മ ഉപ്പ ഫ്രണ്ട്ലി ആകാനുള്ളതാ. നിങ്ങൾ മക്കളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കണം. നല്ല ഫ്രണ്ടിനെ കാണാൻ മനസ്സ് കൊതിക്കുന്ന പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞ് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ 4 ദിവസം കിടന്നിട്ട് ഡിസ്ചാർജ് ആയി പോരുമ്പോൾ അടുത്ത റൂമുകാരൊക്കെ നമ്മളെ പരിചയപ്പെടും. ശരിയല്ലേ? ആ ബന്ധം മരണം വരെ നിലക്കും. കണ്ടിട്ടില്ലേ? അവൻ വരുന്നവരെ നമ്മൾ നെച്ചോറും കോഴിയും ബിരിയാണിയൊക്കെ വെക്കും, ഇല്ലേ? എന്താ അവിടെ സംഭവിച്ചത്? നല്ല ഫ്രണ്ടിനെ കിട്ടിയതാണ്. നല്ല ഫ്രണ്ടിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നല്ല ഫ്രണ്ടാവണം, നിങ്ങൾ അവരുടെ നല്ല ഫ്രണ്ടാകണം എന്ന് മാത്രമല്ല
എല്ലാം ഷെയർ ചെയ്യുന്ന വീട്ടിലെ കുട്ടി അത്യുന്നതങ്ങളിലെത്തുന്നു. എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വീട്ടിലുണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം മക്കളോട്. ഈവൻ ഒരു സെക്സ് പരമായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്ക് മാത്രം ഭൂമിയിൽ അങ്ങനെ സെക്സ് ഇല്ല, അവരോട് അത് ഷെയർ ചെയ്യണം. മോനെ ഇങ്ങനെയാണ്, ഇതാണ്, പഠിപ്പിക്കാതെ വിടരുത്. കാരണം എന്താ അറിയോ, നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്ന ഫ്രണ്ട് റോട്ടിൽ നിൽക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 5-6 വയസ്സിന് മൂത്ത ആൾക്കാരാണ്. അവിടെ അവർക്ക് നോൺ സ്റ്റോപ്പ് ഉണ്ടാവില്ല. നിർത്തണം എന്നാണോ പറഞ്ഞത്? അല്ല, നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് അവർ പോകുന്നത്. നിങ്ങൾ അങ്ങനെ പോകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യിക്കണം. ഷെയറിങ് എന്നാൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഷെയറിങ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. കോൺഫിഡൻറ്റ് ഇല്ലാത്ത കുട്ടിക്ക് ജീവിതത്തിൽ ആരും ആകാൻ കഴിയില്ല. എന്താണ് കോൺഫിഡൻറ്റ് എന്ന് ചോദിച്ചാൽ, നന്നായിട്ട് പഠിക്കും. പ്ലീസ് ലിസൺ. നന്നായിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അതുപോലെ മറക്കും. ചില കുട്ടികളുണ്ട് ഇങ്ങനെ അല്ലേ, ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകാൻ പേടി. ബാത്റൂമിൽ പോയിട്ട് കാര്യമൊക്കെ സാധിച്ച് പുറത്ത് വന്ന സംശയം, ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്തോ ഇല്ലേ, വീണ്ടും തിരിച്ച് പോയി നോക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുക്കളയിൽ ബെഡിലും വന്ന് കിടന്ന സംശയം, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, വീണ്ടും പോയി നോക്കും. കോൺഫിഡന്റ് ഇല്ലാത്ത കുട്ടിക്ക് സംശയം ബാക്കി. കോൺഫിഡന്റ് ഇല്ലാത്ത കുട്ടിക്ക് സ്റ്റേജിൽ കയറാൻ പേടി. പബ്ലിക്കിനെ കാണുമ്പം പേടി. നന്നായി പാട്ട് പാടുന്ന കുട്ടി ഒരു സ്റ്റേജിൽ പാടുമോ? ഇല്ല. നന്നായി സംസാരിക്കുന്ന ആള് കത്തി പോലെ സംസാരിക്കും, പക്ഷെ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ കഴിയില്ല. കോൺഫിഡന്റ് ഇല്ല. കോൺഫിഡന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വിജയിക്കുന്ന കുട്ടിയുടെ ലക്ഷണമാണ്. ഉണ്ടാക്കേണ്ടത് പാരന്റ്സ് ആണ്. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നല്ല കോൺഫിഡന്റ് ഉണ്ടാകണമെങ്കിൽ ഷെയറിംഗ് ഉണ്ടായിരിക്കണം. ഷെയറിംഗ് ഇല്ലാത്ത കുട്ടിക്ക് കോൺഫിഡന്റ് ഒട്ടും ഉണ്ടാവില്ല. എന്താണ് ഷെയറിംഗ് എന്ന് ചോദിച്ചാൽ, എല്ലാം തുറന്നു പറയുന്ന സമ്പ്രദായം. രണ്ടാമത്തത്, ഒരു സമയത്ത് ഭക്ഷണം ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കണം. ഒരു സമയത്ത് ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കണം. അതാണ് ഷെയറിംഗ് തന്നെ. ഉപ്പ ചോറിട്ട് കൊടുത്താൽ ഉമ്മ കറി ഒഴിച്ചു കൊടുക്കണം, ഏട്ടൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം, മോള് ഉപ്പേരിട്ട് കൊടുക്കണം. ഷെയർ ചെയ്ത് കഴിക്കുന്ന വീട്ടിലെ കുട്ടിക്ക് കോൺഫിഡന്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞതല്ല, ഖുർആനിൽ പറഞ്ഞതാ. ശരിയാണോ? എത്രയോ സ്ഥലത്ത് കോൺഫിഡൻസിനെ പറ്റി പറയുന്നുണ്ട്, ഷെയറിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഷെയർ ചെയ്തേ കഴിക്കാവൂ. പക്ഷെ ഇപ്പൊ നമ്മൾ കഴിക്കണം എങ്ങനെ അറിയോ? മക്കളൊക്കെ ടിവിന്റെ മുന്നിൽ നോക്കിയാണ്ട് ഉമ്മ എല്ലാവരും കഴിഞ്ഞിട്ട് അടുക്കളയിൽ. ഷെയറിങ് നമ്മുടെ വീട്ടിൽ ഒട്ടുമില്ല. ഷെയറിങ് ഇല്ലാതിരിക്കാൻ ഒരു കാരണക്കാരൻ ഉമ്മമാരാണ്. അത് നിങ്ങൾ ഇന്ന് വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നോട് പറയണ്ട. നിങ്ങൾ, കാരണം കുറ്റമൊക്കെ എന്റേതും നല്ലതൊക്കെ നിങ്ങളത് വേണ്ട. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നിങ്ങനെ കേട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. എല്ലാ വീട്ടിലും ഉമ്മമാരാണ് ഷെയറിങ് ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണക്കാരൻ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവർ അവരാണ്. എന്നിട്ട് അവർ കഴിക്കാൻ വരൂല. നോക്കൂ, നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ, ഭക്ഷണം ചൂടാറുട്ടോ, ഈച്ച വന്നിരിക്കൂട്ടോ, എന്നാലും അവർ വരൂല. ശരിയാണോ? നമ്മൾ കഴിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കും. 2 കാരണത്താലാണ് ഉമ്മ വരാത്തതെന്നാ പറയുന്നത്. ആദ്യത്തെ കാരണം പറയുന്നത് എന്താ അറിയോ? ഇവരൊക്കെ കഴിച്ചോണ്ട് എണീറ്റ് പോയാൽ ഒരുപാട് സാധനം അവിടെ ബാക്കിയാകും. അത് മൊത്തം അടിച്ച് സ്വന്തം വയറ്റിലേക്ക് ആക്കാം. അതിന് അവസരം കാത്തിരിക്കുകയാണ് ചില ഉമ്മമാര്. ഞാൻ കുറ്റം പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങളെ ഭാര്യ തന്നെ ആയിരിക്കും, പെങ്ങളായിരിക്കും, ആരായിരിക്കും. ഒരു ഉമ്മ ഭക്ഷണം കുറവാണ്, അവരെ കഴിച്ച് എണീറ്റ് പോട്ടെ, അവരോട് അറിയിക്കേണ്ട ഇല്ലായ്മ. ഞാൻ ഫ്രിഡ്ജിലുള്ള ബ്രെഡ് എടുത്ത് കഴിച്ചോളാം, അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഷെയറിംഗ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിക്ക് കോൺഫിഡന്റ് ഉണ്ടാവില്ല. ഷെയറിംഗ് ഇല്ലാത്ത കുട്ടിയെ റോഡിൽ പീഡിപ്പിക്കപ്പെടുന്നു. എവിടുന്നാണ് പീഡനം പോയത് ചോദിച്ചാൽ, ഒരു ഡൈനിങ് ടേബിളിൽ നിന്ന് പോയതാണ്. ഇന്ന് നിങ്ങൾ വീട്ടിലൊക്കെ പോയി വിളിച്ച് ഷെയർ ചെയ്യണം. ഷെയറിംഗ് ഇല്ലാത്ത വീട്ടിലെ ഒരവസ്ഥ നമ്മളെ വീട്ടിലുണ്ടാകരുത്. എല്ലാ ഭക്ഷണവും ഒരു സമയത്തെങ്കിലും ഒരു ദിവസം ഒരുമിച്ചിരുന്ന് കഴിക്കണം. അത് നിങ്ങൾ നിർബന്ധമായിട്ടുള്ള ഒരു ഷെഡ്യൂളാക്കി മാറ്റുക. വീട്ടിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താ എനിക്കറിയാം. സോറി, എൻ്റെ കുടുംബം നാട്ടിലാണ്. നിങ്ങൾ എന്നും ആ സമയത്ത് ഫോൺ ചെയ്യണം. എന്നിട്ട് കറക്റ്റായിട്ട് എല്ലാവരും എടുത്തു വെച്ചോ, കഴിച്ചോ. വീഡിയോ കോൺഫറൻസ് വരെ നടത്താൻ പറ്റിയ സമയം. നിങ്ങൾ കഴിച്ചോ, എന്തൊക്കെയുള്ളത് അത് ചോദിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് ഇനി നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാനിവിടെ ഭക്ഷണത്തിന് മുമ്പിലായിരിക്കും, ഞാൻ കഴിച്ചോട്ടെ. ഇത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഷെയറിംഗ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സബ്ജക്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ വന്നത്. അപ്പോൾ കോൺഫിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഷെയറിംഗ് ഉണ്ടാകണം. ഷെയറിംഗ് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെ സമയം ഒരു 10 മിനിറ്റ് എനിക്ക് ഇനി വേണ്ടതുണ്ട്. ആ കഥ നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം സമയം പാലിക്കുക എന്നുള്ളത് വിജയിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കാരണം കൃത്യനിഷ്ഠത പാലിക്കണം. എവിടെയാണെങ്കിലും 10 മണിക്കൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ എല്ലാ മാസവും 1ാമത്തെ ആഴ്ച ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ 2ാം വട്ടം വിളിക്കരുത്. അതൊക്കെ ഇവന്റെ അസുഖമാണ്. ഇവനെന്താ അറിയാം, ഇവനെ ഓരോ സമയത്തും ഇവനെങ്ങനെ വിളിച്ച് റിമൈൻഡ് ചെയ്യണം. കൃത്യത ഇവന്റെ അടുത്ത് ഒട്ടും ഉണ്ടാവില്ല. ഇവനൊരു വാക്ക് പറഞ്ഞാൽ ഇവൻ പാലിക്കുകയില്ല. അത് ഇവന്റെ ഹാബിറ്റ്സ് ആണ്. ഇവൻ എന്താ വെച്ചാൽ ഇവൻ തന്നെ സ്വയം റിമൈൻഡ് ചെയ്യും. അതിനുള്ളൊരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കുക. കാരണം ഷെയറിംഗ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. ഇതിനെപ്പറ്റി ഒരു സ്റ്റോറി മാത്രം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഷെയറിംഗ് എന്താണ് നിങ്ങളെ പഠിപ്പിക്കാനും എന്നും എന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടി മാത്രം ഈ കഥ പറയുന്നത്. ഒരു വീട്ടില് ഒരു ഉപ്പാക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടുന്നു. ആ അവാർഡ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിൽ നിന്നാണ് അവാർഡ് കിട്ടുന്നത്. പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപ്പ.
ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയണം, നാളെ ഞാൻ പോവാണ്, ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് 2 ദിവസം കഴിക്കാനുള്ള ഭക്ഷണം തരണം, വെജിറ്റേറിയൻ മതി, എന്നാൽ ചീത്തയാവില്ല, ട്രെയിനിൽ എനിക്ക് മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചാൽ എനിക്ക് വയറ് ഡിസോർഡർ ആവും, അതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരണം. ആ ഭാര്യ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി തരാം. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഡ്രസ്സ് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നിന്റെ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം പാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് വന്നു. അവിടെ വന്ന് ഇയാൾ റൂമിൽ വന്ന് കുളി കഴിഞ്ഞ് ഇയാൾ കിടക്കുമ്പോഴാണ് ഇയാളുടെ ഓർമ്മയിൽ വന്നത്, ഇയാൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഡ്രസ്സ് കുറച്ച് നീളം കുറവാണ്. ഇയാൾ വീണ്ടും ഭാര്യയുടെ അടുത്ത് വന്നു, നോക്കൂ, ഞാൻ നാളെ പോകാൻ ട്രെയിനിന് ഷൂ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ എൻ്റെ ഒരു പാൻറ് കുറച്ച് നീളം കൂടുതലാണ്, നീ അതൊന്ന് കട്ട് ചെയ്ത് തുന്നി മടക്കി തുന്നി തരുമോ? അപ്പൊ ഭാര്യ പറഞ്ഞു, സോറി ഇക്ക, എനിക്ക് പറ്റൂല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഉമ്മാനോട് പറ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, കാരണം എന്നെ സഹായിക്കാൻ മോളും കൂടെ വരുന്നില്ല, അവർക്ക് നാളെ എക്സാം ആണ് പോലും, അതുകൊണ്ട് നിങ്ങൾ ഉമ്മാനോടൊന്ന് പോയി പറ. ഇയാളെ ഉമ്മ വീട്ടിലുണ്ട്. ഇയാൾ ഉമ്മാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഉമ്മ ഞാൻ നാളെ പോവാണ്, ഉമ്മ എൻ്റെ ഒരു പാൻറ് ഇങ്ങനെ നീളം കൂടുതൽ, ഉമ്മ അതൊന്ന് കട്ട് ചെയ്ത് തുന്നി തരുമോ? പറഞ്ഞു, മോനെ രാത്രി എനിക്ക് കണ്ണ് നിനക്ക് അറിയില്ല, ഞാൻ രാവിലെ ആണെങ്കിൽ തുന്നി തരാം. ഇല്ലമ്മ രാവിലെ ഞാൻ പോകും, നിങ്ങൾ എണീക്കുമ്പോൾ ഞാൻ പോകും. എന്നാൽ നീ മോളോടൊന്ന് പറഞ്ഞു നോക്കും. മോളെടുത്ത് എന്ന് പറഞ്ഞു, മോളെ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ തുന്നി തരുമോ? മോള് പറഞ്ഞു, ഞാൻ തുന്നിത്തരാ ഉപ്പ, പക്ഷെ എനിക്ക് നാളെ ഇംഗ്ലീഷ് ക്ലാസ് ടെസ്റ്റാണ്, അതിന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഉപ്പ എന്നെ വഴക്ക് പറയാൻ വരൂല, എങ്കിൽ ഞാൻ അത് ചെയ്ത് തരാം. വേണ്ട, നീ അവിടെ ഇരുന്ന് പഠിച്ചോ, ഞാൻ തുന്നിക്കോളാം. ഇയാൾ റൂമിൽ വന്നു, 2 ഇഞ്ച് കട്ട് ചെയ്ത് തുന്നി മടക്കി കുളിച്ച് കിടന്നു. വീണ്ടും കുറെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വരുന്നത്. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഇയാൾ ടയേർഡായി കിടക്കുന്നു. ഭാര്യ വന്നപ്പോൾ ഭാര്യക്ക് വിഷമം തോന്നി, എൻ്റെ ഭർത്താവ് നാളെ പോവാണ്, എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ നല്ലൊരു ഭാര്യയാകും. ഭാര്യ എന്ത് ചെയ്തു, ഒരു കത്രിയെടുത്ത് 2 ഇഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്തു മടക്കി തുന്നി അവിടെ വെച്ചു. കിടന്ന് ഉറങ്ങി. രാവിലെ അലാറം വെച്ച് എണീറ്റു. അലാറം വെച്ച് എണീറ്റു. ഭർത്താവിനെ വിളിച്ചുണർത്തി. ഭർത്താവ് ടോയ്ലറ്റിൽ പോയി, ഇവര് അടുക്കളയിലേക്ക് പോയി. ഈ ബഹളം കേട്ടിട്ട് ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്, എൻ്റെ മോൻ നാളെ പോവാണ്, ഇവൻ്റെ ഉപ്പ ഉണ്ടായിരുന്നേ ഇവൻ്റെ കൂടെ ഒറ്റക്കാ പോണത്, വിഷമം, എൻ്റെ മോൻ ആരുമില്ല, അല്ലാ എൻ്റെ മകനെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ എന്ത് ചെയ്ത് അറിയോ? അപ്പോഴാണ് ഉമ്മ മേശപ്പുറത്ത് ഈ പാൻറ് കാണുന്നത്. പാവം എൻ്റെ മോൻ. അപ്പം ഉമ്മാനെ കണ്ണ് കാണും. ഉമ്മ 2 ഇഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മടക്കി തുന്നി അവിടെ വെച്ച്. ഉമ്മ കുഴമ്പ് തേക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ കയറി. ഈ ബഹളമൊക്കെ കേട്ട് ഇവളുടെ റിങ് ചെയ്യാൻ തുടങ്ങി, ഇവളുടെ മൊബൈല്. അവൾ എഴുന്നേറ്റ് വന്നു. ഇത് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഉപ്പ ഞാൻ കൊടുത്ത ലീസ്റ്റ് ഒന്നും വാങ്ങാതെ തിരിച്ചു വരും. അത് വേണ്ട. ഓളും പോയിട്ട് എന്ത് ചെയ്തു, 2 ഇഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അവള് മടക്കി തുന്നി അവിടെ വെച്ച് ഇവള് വായിക്കാനിരുന്നു. ഉപ്പ കുളി കഴിഞ്ഞ് വന്നിട്ട് തലയൊക്കെ തോർത്തി പാൻറ് ഇട്ടപ്പോൾ ട്രൗസറായി. ഇതേ സംഭവമാണ് നമ്മളൊക്കെ വീട്ടില്. നമ്മൾ ചെയ്യുന്നത് നമുക്കേ അറിയുള്ളൂ, വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാർക്ക് ചെയ്യുന്നത് അവർക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. മക്കൾ ചെയ്യുന്നത് നമുക്കറിയില്ല, നമ്മൾ ചെയ്യുന്നത് മക്കൾക്കറിയില്ല. ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകും. ഷെയറിങ് വീട്ടിലുണ്ടെങ്കിൽ കോൺഫിഡൻറ് ഉണ്ടാകും. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ തന്നതൊക്കെ വെറുതെ വാങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വിടൂല, വിടമാട്ട്. നിങ്ങൾക്ക് എന്താണോ ഞാൻ തന്നത് തിരിച്ചു തന്ന് ബാലൻസ് ചെയ്തു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയറാണ്. പൈസയല്ല ഞാൻ ചോദിക്കുന്നത്, എന്ത് തന്നു എന്നാ. ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾക്ക് നിങ്ങൾ കുടുംബത്തിൽ കൊണ്ടേ കൊടുത്ത അന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല ഏറ്റവും നല്ല വേർഡ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ആണ്. ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റില്ല ഏറ്റവും നല്ല വേർഡ് താങ്ക്സ് ആണ്. നന്നായി, നിങ്ങൾ ചെയ്തു തന്നതിന് സന്തോഷം, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ ബാലൻസ് ചെയ്തു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ ഇന്ന് തന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു താങ്ക്സ് എനിക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ വരാനുള്ള കാരണം മുഴുവനും ഈ അലവിക്കുട്ടി സാഹിബാണ്. ബാവ, നിങ്ങൾ ബാവ വിളിക്കുന്ന അലവിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ താങ്ക്സ് മുഴുവനും ബാവക്ക് കൊടുക്കുക. ഇപ്പൊ കൊടുക്കുക, നാളെ കൊടുക്കാറ് ഫെയിലിയർ മാൻ്റെ ഇവന്റെ അസുഖമാണ്. ഒരു കാരണവശാലും നാളെ കേക്ക് വെക്കരുത്, ഇപ്പൊ എന്റെ മുന്നിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ പോരാ. അല്ല, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ക്ലാസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? അവിടെ ഇരുന്നുള്ളൂ, ഞാനങ്ങോട്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുക്താർ എന്നാണ്. ഇവിടെ ഒരു കമ്പനിയിൽ മെഡിക്കൽ എക്യുപ്മെന്റ് പ്ലാനായിട്ട് വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് കേട്ടപ്പോൾ വല്ലാതൊരു എന്താ പറയുക, കുളിർ തോന്നി. ഇൻസ്പയറിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ചെറുപ്പം മുതലേ നിങ്ങളുടെ ഐഡിയ ആയിട്ട് പൊരുത്തപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ റോൾ മോഡലാക്കോ? സത്യം സത്യം വെരി ഗുഡ്, വെരി ഗുഡ്. സത്യം ഒരുപാട് തവണ ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ എന്ന സ്ഥലത്തിന്റെ പേര്.
ഞാനിപ്പോൾ നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചതാണ് എൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി. അതിലുപരി എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു സംഭവം ചെയ്യണം അല്ലെ? ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നിയോ, ഞാനൊരു മില്ല് നടത്തുന്ന ആളാ, 2 ചെവിയിലും ചോക്ക വെച്ച് ഞാൻ വൈകുന്നേരം വരെ മരം അളക്കലും എന്നെ അലവിക്കുട്ടിക്ക് അറിയുന്നതൊക്കെ അലവിക്കുട്ടി സാഹിബിന് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് അറിയുന്നതൊക്കെ ഞാൻ മരക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ബിസിനസ്സിൽ എന്നെ എല്ലാവരും അറിയും, കാരണം ഞാൻ ഫോറസ്റ്റിൽ മാത്രം തേക്ക് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് ഇതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ രാത്രി നിങ്ങളുടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞ ആൾക്ക് പോലും കോൺഫിഡൻസ് അത്ര പോരായിരുന്നു. ഏത് ടൈപ്പ് ക്ലാസ് ആയിരുന്നു സത്യം? ശരിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള ഒരു തോട്ട്സ്, വ്യത്യസ്തമായ തോട്ട്സ് ആണോ മാറി ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും. കാരണം എൻ്റെ നാട്ടിലൊരു എഡ്യൂക്കേഷൻ ചാരിറ്റി അങ്ങനെയുള്ളതാണ് സത്യം പറഞ്ഞ എൻ്റെ ഒരു മനസ്സിലുള്ളത്. പക്ഷെ ഇത് കേട്ടപ്പോൾ കുറച്ചുകൂടി എവിടേക്കോ എത്താം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ട് സാധനം, പക്ഷെ എവിടെ എത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. ആഗ്രഹമില്ലാത്തവന്, ഈ റോൾ മോഡൽ ഇല്ലാത്തവന് ജീവിതത്തിൽ എവിടെ എത്താതെ പാതി വഴി പഠനം ഉപേക്ഷിച്ച് ഒന്നും അല്ലാതെ തീരും. എന്തിനു പോണ്? നമുക്ക് എവിടെയോ എത്താൻ പറ്റും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് സത്യം സല്യൂട്ട്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം ചോദിക്കുന്നതിൽ യഹ്യാൻ ആരെ റോൾ മോഡലായിട്ട് തിരഞ്ഞെടുത്തത്? ഞാൻ എന്റെ റോൾ മോഡൽ APJ അബ്ദുൽ കലാം. അതായത് ഒരാൾക്ക് എവിടെയും എത്താം എന്നുള്ളത്. ഞാൻ അഗ്നിച്ചിറകുകൾ 10 പ്രാവശ്യം വായിച്ചു. അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം 10 പ്രാവശ്യം വായിച്ചു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ കരയും. ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഞാനത് വായിച്ച് അവസാനിപ്പിക്കും. 10 പ്രാവശ്യം വായിക്കുമ്പോൾ ഞാൻ ഓരോന്ന് എന്റെ മനസ്സിൽ കുറിച്ചിടും. ആ ഓരോ കുറിച്ചിടുന്നുണ്ടല്ലോ എന്റെ മനസ്സിലുള്ള ഓരോ മിറാക്കിളുകൾ, അത്ഭുതങ്ങളായിരുന്നു. കാരണം എന്താ പറയുക, എവിടെയും എത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് അതുപോലെയുള്ള ഒരു മെസ്സേജ് കിട്ടി. ഞാൻ പറയുന്നു, നിങ്ങളും വായിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് സംഭവം. നമ്മളെ കയ്യിലല്ല കഴിവെടുക്കണം, എവിടെയൊക്കെ ചെതറി കിടക്കുകയാണ്. വാരിക്കോരി കൂട്ടേണ്ട ജോലിയേ ഉള്ളൂ. നമ്മളത് കോൺഫിഡന്റ് വേണം, എനിക്ക് എവിടെ എത്താന്നല്ല. മലപ്പുറത്ത് കുഞ്ഞിപ്പന്ന പേര്. ഇവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കൊറിയറായിട്ട് വർക്ക് ചെയ്യാണ്, TNT എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതാണ്. ഞാൻ ഇപ്പം മുമ്പൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞ് ഇതുമാതിരി ആര് വന്നിട്ടുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറഞ്ഞാണ്. പക്ഷേ ഞാൻ എന്നും പറയുന്ന ഒരു വാക്കാണ്, ഇതൊന്നും ഒരിക്കൽ കിട്ടിയത് കൊണ്ട് ഒരു മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്തും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആംപേ എന്നുള്ള ഒരു കമ്പനി സാറിന് അറിയായിരിക്കും, നാട്ടിലുള്ളതാണ്. ഞാൻ അതിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനതിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം വരെ പോയിട്ട്, എറണാകുളത്തുള്ള വലിയ ഓഡിറ്റോറിയത്തിൽ അവിടെ വരെ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. കാരണം നമ്മൾ ബസ് ഫെയർ കൊടുത്ത് ഇവിടുന്ന് ബസ്സിന് ആൾ പോയിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് അത്രയും. കാരണം എനിക്ക് ഇങ്ങനത്തെ ക്ലാസ് വളരെ ഒരു ഇതാണ്. ഇതിന് മുന്നേ അഡ്മിറ്റ് ഇൻഷാല്ലാഹ് 9 മാർക്കാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനി അറിയപ്പെട്ടിരുന്ന മനസ്സിലുണ്ടോ? അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ പറയില്ല, ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. പക്ഷെ ഞാൻ മാതൃകയായിരുന്നത് ഖൈദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇത് പറയാൻ പറ്റില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു സംഭവം എനിക്കുണ്ട്. ഞാൻ APJ അബ്ദുൽ കലാമിന്റെ പേര് അറിയാൻ പറ്റുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓരോ ബുക്കുകൾ വായിക്കുമ്പോൾ എന്നെ അത്രയും. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരു ക്ലാസ്സിനെ കുറിച്ച് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഇബ്രാഹിം നബിക്ക് മരണം അറിയിക്കാൻ വേണ്ടി ഒരാളെ ജോലിക്ക് വെച്ചിരുന്നു എന്ന് പറയുന്നു അല്ലെ? മരണം അറിയിക്കാൻ വേണ്ടി, മരണം ഉണ്ട് നമുക്കൊക്കെ അറിയാം, എന്നിട്ട് മരണം എന്തിനാ അറിയോ? വീണ്ടും ചിന്തിക്കാൻ വേണ്ടി. അതുപോലെ ക്ലാസ് വീണ്ടും കേട്ടാലേ നമ്മൾ ഇൻസ്പയർ ആവുള്ളൂ, നമ്മുടെ ബോഡിയിൽ ഇത് വരുത്തുള്ളൂ. APJ അബ്ദുൽ കലാമിനെ ഞാൻ റോൾ മോഡൽ ആക്കാത്ത എന്താണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിക്കാത്തൊരു വ്യക്തിനെ ഞാൻ ഒരിക്കലും റോൾ മോഡൽ ആക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. അതിന് പറ്റിയ ഏറ്റവും വലിയ നേതാവിന്റെ ഖൈദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇവര് ഷെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് നേരത്തെ ഓർമ്മ വന്നാണ്, ഒരു റോൾ മോഡൽ വേണം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ജാക്കിർ നായിക്കിന്റെ ഒരു പ്രസംഗം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റോൾ മോഡലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള അഹമ്മദ് ദിദാർ. അദ്ദേഹം വെറും ഒരു ഡോക്ടറായിരുന്നു. ആ ഒരു റോൾ മോഡലിൽ നിന്നാണ് 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു പഠിക്കാൻ വേണ്ടി. ശരിക്കും അത് വലിയൊരു അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലീനാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
അപ്പോൾ സാറ് പറഞ്ഞതിന് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന്, ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ആ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും തമ്മിൽ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്യാത്തതിൻ്റെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വിളിച്ചിട്ട് തിരിച്ചു വരുന്ന കുട്ടികളുടെ ഒരു ചുറ്റുപാടുകളും അറിയാതെ സ്കൂളിലേക്ക് അയച്ച് തിരിച്ചു വരുന്നവരെയുള്ള ഉത്തരവാദിത്തങ്ങൾ ടീച്ചർമാരതോ മാഷന്മാരതോ ആണെന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ആ കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാർ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ശരി. സാറ് പറഞ്ഞ ക്ലാസ് കുട്ടികൾ പിന്നെ വഴിതെറ്റായി പറഞ്ഞു. പിന്നെ വളരെയധികം എല്ലാവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞത് തെറ്റിദ്ധാരണയാണെങ്കിൽ തിരുത്തണം. എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷെക്സ് എനിക്ക് എന്താ മനസ്സിലായില്ല. അത് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മള് ചില കുട്ടികളെ നമ്മൾ പറയുന്നുണ്ട്, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ കുട്ടികളെ മാറ്റി കിടത്തേണ്ട പ്രായം പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ മാറ്റി കിടത്താന്നില്ല മാത്രം കൊണ്ടാണ് കിടത്തിയ പോലെ. എന്തിനാണ് മാറ്റി കിടത്തുന്നത് അത് അവനോട് പറയണം. ഈ വന്നത് ആരാണ്? നിന്റെ അമ്മാവൻ അല്ലെ എന്റെ അമ്മാവനാണ്, എന്താ ബന്ധം പറയണം. നമ്മള് ഒരു കുട്ടിക്ക് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ, പെൺകുട്ടികളില് 10, 11, 12 വയസ്സിൽ പെൺകുട്ടികൾ മെച്ചൂർഡ് ആകുന്നു. എന്താണ് മെച്ചൂരിറ്റി? അത് ആൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ഉദാഹരണം നിങ്ങൾക്ക് കേട്ടോളൂ. എല്ലാ പെൺകുട്ടികൾക്കും മെച്ചൂരിറ്റി എന്താണെന്ന് ഉമ്മ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് മെച്ചൂരിറ്റി എന്താണ് എന്ന് ഏതെങ്കിലും ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ പഠിപ്പിക്കുന്നത് മൂത്ത ക്ലാസ്സിൽ പഠിക്കുന്ന ഏട്ടന്മാരാണ് അല്ലെ, ഫ്രണ്ട്സുകള്. അവരെന്താ നോൺ സ്റ്റോപ്പ് ആയിട്ട് പഠിപ്പിക്കും. എന്താന്ന് വെച്ചാല് അവര് മിക്ക ആൺകുട്ടികളും പ്രേമത്തിൽ പോയി കൊടുക്കാൻ കാരണം നോൺ സ്റ്റോപ്പ് ആയിട്ട് പഠിപ്പിച്ച കാരണം അതിന് സ്റ്റോപ്പില്ല. അതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ടത് നമ്മളെ വീട്ടിൽ നിന്നാണ്. നമ്മൾ പഠിപ്പിക്കണം കുട്ടിയോട് എന്താണ് നിന്റെ മെച്യൂരിറ്റി, നിന്നെ പബ്ലിക് എങ്ങനെയാണ് കാണുന്നത്, നീ എന്ത് സ്വഭാവ മാറ്റങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്. ഇത് പെൺകുട്ടിക്ക് ഉമ്മ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. എല്ലാ കുട്ടികളും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ആൺകുട്ടികളെയും നമ്മൾ പഠിപ്പിക്കണം. ഇപ്പൊ മനസ്സിലായോ? ഞാൻ വാഴക്കാട് എനിക്കൊരു കുറ്റബോധം തോന്നി ഇപ്പോൾ പ്രസന്റ് എന്താന്ന് വെച്ചാല് എൻ്റെ മോൻ ഇപ്പോൾ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ അതിൻ്റെ ഫിസിക്സ് പരീക്ഷ അന്ന് രാവിലെ ഇവിടുത്തെ 6 മണിക്ക് നാട്ടിലേക്ക് വിളിച്ചു, 8:30 മണി നാട്ടിൽ. അപ്പോൾ പിന്നെ 10ാം ക്ലാസ്സുകാരൻ പറഞ്ഞാണ്. ഞാൻ കരുതി എൻ്റെ ആ 10ാം ക്ലാസ് പരീക്ഷ കാലഘട്ടത്തിലുള്ള ആ കാലത്തും അന്ന് പരീക്ഷ എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ വർക്ക് വരാത്തൊരു കണ്ടീഷനായിരുന്നു. പരീക്ഷ ഈ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് എനിക്ക് തോന്നുന്നു. ആ പരീക്ഷയുടെ അറിഞ്ഞ് 8:30 മണിക്ക് എൻ്റെ മോൻ കിടന്നുറങ്ങാനുള്ള ഇതിലൂടെ ഞാൻ ആകെ അപ്സെറ്റായി, ഞാൻ ആകെ പ്രയാസപ്പെട്ടു. അപ്പം എൻ്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു ഞാൻ വിളിക്കണം. ഭാര്യ പറഞ്ഞു പക്ഷെ ഇവനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവന് വാഴക്കാട് കണിയത്ത് ഉസ്താദിന്റെ ഒരു ബസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചാൽ ഇവൻ എല്ലാ വിഷയത്തിലും ഒന്നാമനാണ്, എല്ലാത്തിനും ഫസ്റ്റാണ്. പക്ഷെ വീട്ടില് ഇവൻ പഠിക്കുന്നില്ല. എനിക്ക് ഭയങ്കര പ്രയാസം. ഉസ്താദിനോട് ഞാൻ ചോദിക്കും, ഉസ്താദ് ഇവൻ എല്ലാത്തിനും ഉഷാറാണ്, പഠിക്കാൻ ഉഷാറാണ്, കളിക്കാൻ ഉഷാറാണ്, ആൾക്കാരോട് പെരുമാറാൻ ഉഷാറാണ്. പക്ഷെ എനിക്ക് ഇവനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല, എനിക്കും എൻ്റെ ഭാര്യക്കും. എന്തുകൊണ്ടാണ് ആ മനസ്സിലാക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത നിങ്ങൾക്ക് ഇന്നത്തെ വെള്ളിയാഴ്ച നഷ്ടമൊന്നുമല്ലല്ലോ. ഇത്ര ആൾക്കാരെ ഈ ഒരു ദിവസം കിട്ടുന്ന ഒരു ഒഴിവ് ഞാൻ കൊണ്ട് അപഹരിച്ചു എന്ന് പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്. അല്ല, എല്ലാ ആഴ്ചയും എനിക്ക് കുറച്ച് കൂടുതലായോ എനിക്ക് ഇല്ല. പിന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു എന്താ അറിയോ, നമ്മുടെ ജീവിതത്തില് ഈ ഇരിക്കുന്ന എല്ലാവർക്കും മലപ്പുറത്തുള്ള ആൾക്ക് പ്രത്യേകിച്ചിട്ടോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടതൊക്കെ ഉപ്പ നമ്മളെ പഠിപ്പിച്ചൊക്കെ കഞ്ഞി കുടിച്ച കഥയാണ്. ശരിയാണോ? ഞങ്ങൾക്ക് നമ്മളെ വീട്ടില് കഞ്ഞിക്ക് വകല്ലായിരുന്നു. ആ കഞ്ഞിങ്ങനെ ഇടയ്ക്കതിൽ പറ്റില്ലായിരുന്നു. ഇതാണോ നമ്മളന്ന് ചിന്തിച്ച് ഒരു സമയത്തെ കഞ്ഞി കുടിക്കുന്ന വഴിയാണ്. ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കണം അതല്ല. ഒരു കാരണവശാലും മലപ്പുറത്തെ കുട്ടികളായാലും കോഴിക്കോട് കുട്ടികളായാലും കഞ്ഞി കഞ്ഞിയല്ല ആകേണ്ടത്. 1000 ബിരിയാണി കൊടുക്കട്ടെ, ആ ബസ്സിലേക്ക് വരണ്ട്. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചില കുട്ടികൾ നമ്മളൊക്കെ പഠിച്ചതാണ്. പെൺകുട്ടികൾ നന്നായിട്ട് രാവും പകലിരുന്ന് പഠിക്കും. 100-96 മാർക്ക് വാങ്ങും.
ഏതോ ഒരു കുട്ടി ഉണ്ട്, അവൻ ക്ലാസ്സിൽ അല്ലമ്പാണ്, ഒരു ടീച്ചർ കാണിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ അവളെക്കാട്ടും ഒരു മാർക്ക് പറഞ്ഞിട്ട് അവൻ വരും. ഒരു കുട്ടീനെ അങ്ങനെ. ശരിയാണോ? ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും അതെന്താ അറിയോ? അതാണ് ഈ ചിന്തിക്കേണ്ടത്. ഒരു വിഭാഗം കുട്ടികൾ, ഇത് സാറിന് വേണ്ടി മാത്രം പറയണം, ഒരു വിഭാഗം കുട്ടികൾ പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, നീ ഇന്നലെ പഠിപ്പിച്ചതൊന്നും ഇന്ന് ക്ലാസ് റൂമിൽ വന്നാൽ ഓർമ്മയിലില്ല. ഏതൊരു മനുഷ്യന്റെ അവസ്ഥ അതാണ്. പക്ഷെ ജീവിതത്തിൽ 4-5 വയസ്സിൽ സംഭവിച്ച പല കാര്യങ്ങളും ഓർത്താൽ ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഉണ്ട് താനും. എന്തുകൊണ്ട്? ബൈ ദ റീസൺ. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നമ്മുടെ കുട്ടിക്കാലത്തുള്ളത് ഓർമ്മയിലുണ്ട്, ഇന്നലെ കഴിഞ്ഞ പഠിപ്പിച്ച കാര്യം നമ്മൾ ഓർമ്മയിലില്ല. എന്താണ്? അതാണ് ഈ കുട്ടിക്കുള്ളത്. ഈ കുട്ടിക്ക് അങ്ങനെ ആ കഴിവ് ഈ കുട്ടിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, ഒരു സാധനം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ 1-ൽ കൂടുതൽ 10-ൽ കൂടുതൽ ആ കാര്യം ഒരു വട്ടം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു ടൈം 1-ൽ കൂടുതൽ 2-ൽ കൂടുതൽ 3-ൽ കൂടുതൽ 8-ൽ കൂടുതൽ 9-ൽ കൂടുതൽ 10-ൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൽ സേവ് ചെയ്യപ്പെടും. സേവ് ചെയ്തതിനെ എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും. ശരിയാണോ? ആ കുട്ടിക്ക് എന്താ അറിയാം, ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവൻ പഠിക്കില്ല, അവനത് മതി. അവന് വെറുതെ പുസ്തകം വായിച്ചോണ്ട് രാത്രി ഉറപ്പിച്ചോണ്ട് ഒരു കാര്യമില്ല, അവന് വരില്ല, പഠിക്കാൻ എഴുതാൻ പറ്റൂല. പിന്നെ വരാനൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലാത്തതാണ്. കോൺഫിഡൻസ് ഇല്ലാന്ന് അവന്റെ പറയല. ഉസ്താദ് പറയുന്നത് അവൻ 100-ൽ 100 നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നമ്പർ 1 ആണെന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നിങ്ങൾക്കൊക്കെ എന്താ അറിയോ, നിങ്ങളെ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നല്ല ഫ്രണ്ടിനെ നിങ്ങളുടെ മകൻ തെരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങളുടെ മകൻ തെരഞ്ഞെടുക്കുന്ന ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റി എന്താ? നന്നായിരിക്കണം. അത് എന്താണ്? അതാണ് ചോദിക്കുന്നത്. എന്താണ്? നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം, പിന്നെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കണം, പിന്നെ 5 വക്ത് നിസ്കരിക്കുന്ന കുട്ടിയായിരിക്കണം, പിന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരിക്കണം, പിന്നെ സത്യസന്ധനായിരിക്കണം, പിന്നെ സാധാരണ കുട്ടികള് നല്ല ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോൾ വെക്കുന്ന മാനദണ്ഡം എന്താ അറിയാം? എന്റെ തെറ്റിലും ശരിയിലും എന്നെ ഉപദേശിക്കുന്നവനായിരിക്കണം, എന്റെ തെറ്റ് കണ്ടാൽ എന്നെ നിർദ്ദേശിക്കുന്നവനായിരിക്കണം, എന്റെ തെറ്റിലും എന്റെ ശരിയിലും എന്റെ കൂടെ നിൽക്കുന്നവനായിരിക്കണം. ശരിയാണോ? അല്ലേ? ഈ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് എനിക്കൊന്നും പറയാൻ വയ്യ, അതിന് ഞാൻ മാറ്റി നിർത്തിയാൽ അതിന് എനിക്കൊന്നും പറയാൻ, നിസ്കരിക്കണം, അതിന് ഒരു തെറ്റിലും ഒരു വീഴ്ചയില്ല. പക്ഷെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താ. അന്ന് അത് മതിയായിരുന്നു, ഇന്നത് പോരാ. അതാണ് തെറ്റ് പറ്റിയത്. നമുക്കൊരു മുൻവിധിയാണ്. ഇത് ഇവന്റെ സ്വഭാവമാണ്. ഇവൻ എന്തിനേയും മുൻവിധിയിലേ കാണുള്ളൂ. ഇവന്റെ സ്വഭാവമാണ്. ഇവൻ എന്ത് മുൻവിധിയിലാണ്. അന്നൊക്കെ എനിക്കറിയാം ഇത് നന്നായി എത്ര നന്നാവും, ഒരിക്കലും പറയരുത്. ഇവന്റെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെയാണ് ഡെയിലി ആളുകൾ മാറും. വിജയിക്കുന്ന ആളിന്റെ ലക്ഷണം എന്താ വെച്ചാൽ അവൻ ആരൊരാളെ കണ്ടാലും അവന്റെ നല്ല ഒരു സ്വഭാവം കയ്യിലെടുത്ത് പോരും. അത് വിജയിക്കുന്നതിന്റെ ലക്ഷണം. അത് അവൻ 4 ദിവസം കൊണ്ട് നടക്കും, ഒരാഴ്ച കൊണ്ട് നടക്കും, 6 മാസം വരെ കൊണ്ട് നടക്കും. നമ്മുടെ സ്വഭാവം, നമ്മുടെ അടുത്തിൽ ആ കോപ്പി എടുത്ത സ്വഭാവം വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളെ വിടണം, വേറെ സ്വഭാവം പിടിക്കണം. അതുകൊണ്ട് നിങ്ങൾ പരസ്യം കണ്ടിട്ടില്ലേ? വിശ്വാസം അതല്ലേ എല്ലാം. 6 മാസം കഴിഞ്ഞാൽ അത് പോകും. വൈകിട്ട് എന്താ പരിപാടി, 6 മാസം കഴിഞ്ഞാൽ അതും പോകും. കണ്ടിട്ടില്ലേ? ഓരോരോ പരസ്യങ്ങൾ 6 മാസം വേറെ ആള് കോപ്പി ചെയ്യുന്നുണ്ട, നമ്മളത് വിടണം, നമ്മളത് പിടിച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ വേണ്ട എന്താ വെച്ചാല് നല്ല ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാന്നില്ല കുട്ടികളോട് പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവിന് അപ്രീസിയേഷൻ തരുന്നവൻ ആരാണോ അവനാണ് നല്ല ഫ്രണ്ട്. കാരണം അവനാണ് നമ്മളെ ഉയർത്തുന്നത്, അവൻ കാരണമാണ് നമ്മൾ വളരുന്നത്. എപ്പോഴും എന്തായിരിക്കണം എന്നറിയോ, ആർക്കും അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരു ഹാബിറ്റ്സ് ഉണ്ടാവുക. എപ്പോഴും ഗുഡ്, നന്നായി, നല്ലത്. ഒരു ടാക്സിക്കാരന് 10 റിയാൽ കൊടുത്താൽ ഇവിടുത്തെ ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് ഇറക്കി തന്നു കൂട്ടിക്കോ. നിങ്ങൾ 10 റിയാൽ കൊടുത്തിട്ടാണ് അവൻ കൊണ്ടുപോയത്, ഇറക്കി തന്നു, അതൊക്കെ താങ്ക്സ്, ഗുഡ്, നല്ല സർവീസ്, നിങ്ങളെ കണ്ടു പഠിക്കണം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നിങ്ങൾ ഒരു 10 രൂപ കൊടുത്തിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ബാലേട്ടന്റെ കയ്യിൽ നിന്ന് തക്കാളി വാങ്ങാൻ മോളെ പറഞ്ഞയച്ചു. ബാലേട്ട 10 രൂപയ്ക്ക് തക്കാളി. ബാലേട്ടൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഇരുമ്പിന്റെ പാത്രം ഉണ്ട്, അത് തക്കാളി പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു അമർത്തും, എന്നിട്ട് ഇങ്ങനെ കോരി എടുക്കും, ഗ്ലാസ്സിൽ വെക്കും, തൂക്കും, ഒരു കവറിലിടും, നിങ്ങളെ കയ്യിൽ തരും, കൊണ്ടുപോരും. ശരിയാണോ? അല്ലേ? ബാലേട്ടന്റെ കടയിൽ ചെന്നിട്ട്, ബാലേട്ടാ എന്റെ ഉപ്പാക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാട്ടോ, എന്താ പച്ചക്കറി വാങ്ങാൻ ബാലേട്ടന്റെ കടയിലേ പോകാം, വേറെ എവിടുന്ന് പോകരുത്. ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ട്. എന്താ ബാലേട്ട രഹസ്യം? നിന്റെ ഉപ്പ കുട്ടിക്കാലത്ത് ഇതുപോലെ ഇവിടെ വന്ന് സാധനം വാങ്ങിയതാണ്. അന്ന് തൊട്ട്, അന്ന് നിങ്ങളെ ഉപ്പാന്റെ ഉപ്പയായിട്ട് ഞാൻ ഇതേപോലെ ബന്ധമായിരുന്നു. അതാണ് സംഭവം. ഏതായാലും നിങ്ങളടുത്ത് വന്ന നല്ല പച്ചക്കറി ഇട്ട് എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും ഒക്കെ വിശ്വാസമാണ്. എന്നിട്ട് പിന്നെയാണ് നിങ്ങൾ പറയണേ
10 രൂപയ്ക്ക് തക്കാളി വേണം ബാലേട്ട. പിന്നെ ബാലേട്ട തക്കാളി എടുക്കുക എങ്ങനെ അറിയാം? ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലെടുക്കും, ഒരു തക്കാളി ബാലേട്ടന്റെ മുണ്ടിൽ ഇങ്ങനെ തുടയ്ക്കും, എന്നിട്ട് കവറിലിടും. വീണ്ടും അടുത്തൊന്നെടുക്കും, ഇവിടെ തുടയ്ക്കും, ഇതിലിടും. വീണ്ടും എടുക്കും, ഇവിടെ തുടയ്ക്കും, ഇതിലിടും. നല്ല സർവീസ് തരും. ശരിയാണോ? ആർക്കും നല്ല സർവീസ് തരാൻ ആദ്യം ഒരു അപ്രീസിയേഷൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നല്ലതൊക്കെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഇങ്ങോട്ട് കിട്ടാനൊന്നും അങ്ങോട്ട് കൊടുക്കണില്ല. അതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ, നിങ്ങൾ പറഞ്ഞ ആംബേന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഒരു ക്ലാസ്സിന് 30,000 രൂപ എടുത്തിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാൻ വൈകുന്നേരം വരെ. നമുക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം, അപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളെ ഐഡിയകൾ ഈ ലോകത്ത് പരന്ന് കിടക്കുന്ന അണ്ടിത്തോട്ട് എടുത്തതുപോലെയാണ്, ചെതറി കിടക്കുകയാണ്. ഭാര്യ കൂട്ടുന്ന വഴി നമ്മളതാ. നിങ്ങൾ അതിനെ ഭാര്യ കൂട്ടണം. പല സ്ഥലത്താണ് മക്കളൊക്കെ ഇതുപോലുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിക്കണം. കയറി കൊത്തി വരട്ടെ, കുട്ടികൾ ആരോ ആയി മാറും. നിങ്ങൾക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു, എന്റേതല്ലേ പോയാലും എടുക്കട്ടാ തോന്നണ്ട. 10 ഗുണം 10 ഗുണം നിങ്ങളെ സ്വഭാവം തന്നെ ഇതുപോലെ പോയാൽ മക്കളിൽ വരും. ഒരു രക്ഷയുണ്ടാവില്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ക്ലാസ് കിട്ടാഞ്ഞിട്ടുള്ള കേടുവല്ല, നിങ്ങളുടെ മുൻവിധിയാണ് കാരണം. മുൻവിധി കുട്ടികളെ ഒരിക്കലും പറഞ്ഞ് പഠിപ്പിക്കരുത്, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. കഴിവുകൾക്ക് അപ്രീസിയേഷൻ കൊടുത്ത് സംസാരിക്കുക. ഇന്ന് രാത്രി ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ട് എൻ്റെ ഒപ്പം താമസിച്ച കാലഘട്ടം മറക്കാൻ പറ്റുന്നില്ല മോളെ, നാളെ തന്നെ കയറിക്കോളാറ് അല്ലെ? നിങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കും തോറും അവർക്ക് നിങ്ങളില്ല ഒരേ ഫ്രീക്വൻസിയിലുള്ള ആളുകൾ തമ്മിൽ എത്ര ദൂരത്തിലായാലും എത്ര കാലഘട്ട സമയത്തായാണെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരേ ഫ്രീക്വൻസി ഒന്നല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ കൊത്തിയോണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ വേറെ ഏതോ ഓട്ടോ ഡ്രൈവറൊപ്പം പോയിക്കൊണ്ടേയിരിക്കും. അതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം എന്താ പറയുക, നമ്മൾ അവരുടെ മനസ്സിൽ അവരെ റീഫ്രഷ് ചെയ്യുന്നില്ല. എപ്പോഴും അവരെ ടെൻഷൻ അടിപ്പിക്കുന്നു. എപ്പോഴും നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിക്കുക. ഗുഡ്, നന്നായി, നല്ല ഭാര്യയാണ്, എനിക്ക് നല്ല ഭാര്യയെ കിട്ടി, ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇത്ര നല്ല മക്കളെ തന്നില്ലേ, ഞാൻ ഭാഗ്യവാൻ, അൽഹംദുലില്ലാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ നിർത്തിക്കോട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഇത് അളക്കുന്ന ഒരു ഗ്രാഫാണ്. 1 മുതൽ 10 വരെ ഇട്ടിട്ട് ഇത് അളക്കാൻ വേണ്ടി വെച്ചതാണ്. ഒരു സ്കെയിലാണ്, സ്കെയിൽ വെച്ചതാണ്. പിന്നെ ഇനിയും ഇവിടുന്ന് പോകുമ്പോ ഒരു മിനിറ്റ്, ഇനി പോകുമ്പോഴും ചിലവരുടെ മനസ്സിലൊക്കെ ഇപ്പൊ തോന്നുന്ന ഒരു സംഭവം ഉണ്ടോ? എന്താ അറിയോ, ഇയാൾക്ക് കുറച്ച് ആക്ഷൻ കൂടുതലാണ്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ചില സീരിയൽ കാണുമ്പോ ഒരു ഉമ്മ പറഞ്ഞോല്ലോ, ഒരു വല്യമ്മ സീരിയൽ കാണുമ്പോ മക്കള് പേരക്കുട്ടികളും മക്കളൊക്കെ കുറെ എണ്ണം ഇരിക്കുന്നുണ്ട്. മക്കളെ കാലാട്ടല് നരകത്തേക്ക് പോകുന്നതാണ്. കാരണം സീരിയൽ കാണാൻ പ്രശ്നമൊന്നുമില്ല, നരകത്തേക്ക് പോകും കാലാട്ടില്ല. അതേമാതിരി ഞാനിപ്പോ ഇത്രയൊക്കെ ക്ലാസ് എടുത്തിട്ട് ചിലവരുടെ മനസ്സിൽ ലഡു പൊട്ടും. എന്താ ഇയാൾക്ക് കുറച്ച് ആക്ഷൻ കൊടുത്തു, ഇന്റെ കുറ്റം ആൾ കണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ ആ എടുത്തിട്ട് പോയിക്കോളൂ, ഇന്റെ കുറ്റം കാണണ്ട. ഓക്കെ, യെസ്. ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ വെച്ചാൽ, അത് ഇവിടെ ഞാൻ പറയാത്തതിന് ഒരു കാരണം എന്താ വെച്ചാൽ, ഹഗ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. ഏറ്റവും നല്ല സ്വഭാവം, ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഒരാള് ഒരു ഹഗ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്താ അറിയോ, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഹഗ് അല്ല ഇവിടെ ചെയ്യണം. മക്കളെ എന്നും ഭാര്യയും മക്കളും തമ്മിൽ ഹഗ് ചെയ്തിട്ടേ പോകാവൂ. ഹഗ് ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ് എന്താ ചോദിച്ചാൽ, നിറഞ്ഞ ബോട്ടിൽ പോലെയാണ് കുട്ടികളുടെ മനസ്സ്. ഒരു ഹഗ് ചെയ്യുമ്പോൾ 3 മില്ലിമീറ്റർ അവരുടെ പ്രയാസങ്ങൾ കത്തിച്ച് കളയും. വീണ്ടും ഒരു 3 മീറ്റർ ഒരു ഹഗ് ചെയ്യുമ്പോൾ ഒരു 3 മില്ലിമീറ്ററും കൂടെ കത്തിച്ചു പോകും. വീണ്ടും ചെയ്യുമ്പോൾ എന്താ, കത്തിച്ച സ്ഥലത്തൊക്കെ പുതിയത് പഠിക്കാൻ പറ്റും, പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ പഠിക്കുന്നതൊക്കെ ഓവർഫ്ലോ ആണ്, പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ മലയാളിയുടെ കുർബുദ്ധി ഉദിക്കും. എന്താ അറിയോ, ഒരു 30 വട്ടം ഒന്നിച്ചാണ് ഹഗ് ചെയ്താലോ. മലയാളം എങ്ങനെ ചിന്തിക്കുക, എന്നാൽ പെട്ടെന്ന് കിട്ടുന്ന മാർഗം എന്താണ്? അതുകൊണ്ട് കാര്യം നടക്കൂല. ഗുളിക ഒന്നിച്ച് ഒരാഴ്ചന്റെ ഗുളിക ഒന്നിച്ച് കുടിച്ചാൽ കാറ്റ് പോകും, അതുപോലെ ആയിരിക്കും. ഇതിലൊന്നും സംഭവിക്കൂല. പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ദിവസം ഒരു പ്രാവശ്യം എങ്കിലും ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ, മനസ്സിന്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാതെ കത്തിച്ച് ബേൺ ചെയ്ത് പോകും. പുതിയ തലമുറയെ ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പുതിയ തലമുറ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഇനി ഞാൻ നിർത്തിക്കോട്ടെ. വിഷ് യു ആൾ ദ ബെസ്റ്റ്. എല്ലാ നന്മകളും നേരുന്നു. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, ഇന്ന് കൂടിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ നല്ല ഒരു സാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകണം. എവിടെ വെച്ച് കണ്ടാലും ഈ ബന്ധം ഉണ്ടാകണം. ഈ തന്ന നോട്ടീസ് ഒരു കളക്ഷന് വേണ്ടി തന്നതല്ല. നിങ്ങൾ വന്നിട്ട് ഞാൻ ചാരിറ്റി ചെയ്താലേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മക്കളൊക്കെ പഠിപ്പിക്കുക, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ തുടങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് തരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എൻ്റെ സ്ഥലത്ത് വരിക, എന്നിട്ട് ഒരു ഭക്ഷണത്തിന് വരിക. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊരു നല്ല സംഭവമാണെങ്കിൽ നിങ്ങൾ കണ്ടത് കൊടുക്കണമെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ അത് നിന്ന് പോകും. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി. നിങ്ങൾ വരുന്നതിൽ എനിക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും ആൾക്കാരെ അവിടെ എത്തിക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷം. ഇത് മാത്രമല്ല ഈ നോട്ടീസ് ഞാൻ കൊണ്ടത്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും എന്തൊക്കെ സംശയമായിരിക്കും. അതിൽ വായിക്കാനുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട്, അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, എല്ലാവിധ നന്മകളും നേരുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്.
അസ്സലാമു അലൈക്കും.